വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. தேவனாகிய கர்த்தர் மனுஷனை ஏதேன் தோட்டத்தில் அழைத்து கொண்டு வந்து அதை பண்படுத்தவும் കാക്കവും வைத்தார். എന്തിനൊക്കെ? ഏദൻ തോട്ടത്തിൽ വിളിച്ചുകൊണ്ടുവന്ന് എന്തിനൊക്കെ ആക്കി? അതിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചു, ഏദൻ തോട്ടം എന്നത് ഒരു അനുഭവമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഗാർഡൻ ഓഫ് ഏദൻ. സോ നമ്മൾ ഇന്ന് ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിലാണ്. എത്ര പേർ ഏദൻ തോട്ടത്തിൻ്റെ അനുഭവത്തിലാണ്? ഹല്ലേലൂയ. ആത്മാവിൽ നമ്മളെല്ലാവരും ഏദൻ തോട്ടത്തിലാണ്. ആത്മാവിൽ നമ്മളെല്ലാവരും ദൈവരാജ്യത്തിലാണ്. ആത്മാവിൽ നമ്മൾ ക്രിസ്തുവിനുള്ളിലാണ്. ആത്മാവിൽ നാം പിതാവിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്ന ഇടത്താണ്. അങ്ങനെ കർത്താവ് വീണ്ടും ജനനം പ്രാപിച്ച രക്ഷിക്കപ്പെട്ട ദൈവജനത്തെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ദൈവം മനുഷ്യർക്ക് കൊടുത്ത ദൗത്യങ്ങൾ 2: വേല ചെയ്യുവാനും കാക്കുവാനും. ഒന്നുകൂടെ പറഞ്ഞ്, വേല ചെയ്യുവാനും കാക്കുവാനും. വേല ചെയ്യുവാൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുന്നില്ല. കാക്കുവാൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മളിന്ന് ചിന്തിക്കുന്നു. നമുക്ക് കിട്ടിയ ഈ അനുഭവങ്ങളെ, ആത്മീക അനുഭവങ്ങളെ, ആത്മീകമായിട്ടുള്ള നന്മകളെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തെ നാം കാത്തു സൂക്ഷിച്ചാൽ ഈ ഏദന്റെ അനുഭവത്തെ കാത്തു സൂക്ഷിപ്പാനായി കഴിയും. നാം കാക്കേണ്ടത് എന്തിനെയാണ്? നമ്മുടെ ഹൃദയത്തെ. നമ്മുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ചില ഹോസ്പിറ്റലുകൾ മുന്നിലോട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ കൈകളിൽ എന്ന് പരസ്യപ്പെടുത്തുന്ന ഹോസ്പിറ്റലുകളുണ്ട്. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പരസ്യങ്ങൾ. അങ്ങനെയുള്ള കാവലിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ഹൃദയത്തെ ആത്മീകമായി കാക്കുവാൻ, വചനത്താൽ കാക്കുവാൻ, ദൈവ സാന്നിധ്യത്താൽ കാക്കുവാനുള്ള ഒരു കാവലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമുക്കും ഇന്ന് ഏദൻ തോട്ടത്തിൽ ദൈവം കൊടുത്ത അതേ ജോലികൾ നമുക്കുമുണ്ട്. വേല ചെയ്യണം, കാക്കണം. വേല, നമ്മളിന്ന് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നത് തന്നെ ഒരു വേലയാണ്. ഓൺലൈനിലും പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ മക്കൾ കാത്തിരിക്കുന്നു, അതൊരു വേലയാണ്. കർത്താവിനായി സമയങ്ങൾ മാറ്റിവെച്ച് കാത്തിരിക്കുന്നു, അതൊരു വേലയാണ്. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. കാക്കണം, ഹൃദയത്തെ കാക്കണം. ഹൃദയത്തെ കാത്താൽ ഏദന്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകില്ല. ഹൃദയത്തെ കാത്താൽ ദൈവരാജ്യത്തിൽ നിന്നും പുറത്തു പോകില്ല. ഹൃദയത്തെ കാത്താൽ ദൈവത്തിൻ്റെ അനുഭവങ്ങളിൽ തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് എഴുന്നേറ്റ് വരുവാൻ കഴിയും. ഹൃദയത്തെ കാത്താൽ ദൈവപുത്രന്മാരായി വെളിപ്പെട്ട് എഴുന്നേൽക്കുവാനായി കഴിയും. ഹല്ലേലൂയ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ദൈവപുത്രന്മാരായി വെളിപ്പെട്ട് എഴുന്നേൽക്കണമെന്ന് ദൈവം സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളെല്ലാം കാത്തിരിക്കുന്നു. ഞാൻ ഇത് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ചിലരുടെ ഭാവം എങ്ങനെയാണ്? കാത്തിരിക്കുന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെ, എനിക്കെന്താ കാര്യം? അങ്ങനെ ഇരിക്കരുത്. കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ കയറി വരണം. കർത്താവ് അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ യെസ്, ഐ ആം റെഡി, ഞാനതിന് തയ്യാറാണ്. ഞാനൊരു ദൈവപുത്രനായി എഴുന്നേൽക്കും. ഞാനൊരു തീ ജ്വാലയായി മാറും. ഞാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ചുമക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ ചുമക്കുന്ന, ദൈവത്തിൻ്റെ അഭിഷേകത്തെ ചുമക്കുന്ന ഒരു തീ ജ്വാലയായി ഞാൻ മാറുമെന്ന് ഒരു ആഗ്രഹം നമ്മിലുണ്ടാകണം. അതിന് തക്കമുള്ള ഒരു പ്രതികരണം നമ്മിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. കാക്കണം. എന്തിനെ കാക്കണം? ഹൃദയത്തെ കാക്കണം. ഹൃദയത്തെ കാത്താൽ ഏദന്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകില്ല. ഹൃദയത്തെ കാത്താൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നഷ്ടപ്പെട്ടു പോകില്ല. ഹൃദയത്തെ കാത്താൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോകില്ല. കാക്കുന്നതിൽ ആദമും ഹവ്വയും പരാജയപ്പെട്ടു. തോട്ടത്തിനുള്ളിൽ പാമ്പ് കയറി. തോട്ടത്തിൻ്റെ ഉള്ളിൽ പാമ്പല്ല കയറാറ്, യഹോവയായ ദൈവം അവരോടൊപ്പം സംസർഗമുണ്ടാകുന്ന അനുഭവങ്ങളിലാണ് തോട്ടത്തിനുള്ളിൽ അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ കാവൽ പൊളിഞ്ഞപ്പോൾ, കാക്കുന്നതിൽ നിന്നും പിന്മാറിയപ്പോൾ ഏദന്റെ ഉള്ളിൽ പാമ്പ് കയറി. പഴയ പാമ്പ്, സാത്താൻ എന്ന പഴയ പാമ്പ് ഏദന്റെ ഉള്ളിൽ കയറി. എന്താ കാര്യം? തോട്ടത്തെ കാക്കുന്നതിൽ ആദാമും ഹവ്വയും പരാജയപ്പെട്ടു. ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നിന്നും ആദമും ഹവ്വയും പിന്നോട്ട് പോയി, അതിനെ അലക്ഷ്യമാക്കി. അതുകൊണ്ട് തോട്ടത്തിനുള്ളിൽ പാമ്പ് കയറി. പാമ്പിനിടം കൊടുത്തു. പാമ്പിനിടം കൊടുക്കരുത്.
പിശാചിന് ഇടം കൊടുക്കരുത്, സാത്താൻ ഇടം കൊടുക്കരുത്. ഇടം കൊടുത്താൽ, അവനുമായി സംസർഗമുണ്ടായാൽ, അവനുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ ട്രാക്ക് തെറ്റും. ഹൗവ പാമ്പിനിടം കൊടുത്ത ഏദൻ തോട്ടം, പാമ്പിനിടം കൊടുത്ത ഏദൻ തോട്ടത്തിൽ ഹൗവയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ പാമ്പിനുണ്ടായി. ഹൗവയ്ക്ക് പാമ്പുമായി, സാത്താന്റെ കാര്യങ്ങളുമായി ഒരു ആശയവിനിമയം ഉണ്ടായി, ഒരു ലിങ്ക് ഉണ്ടായി. ആ ലിങ്ക് ഹൗവയെ ഔട്ട് ഓഫ് ട്രാക്കിലാക്കി. ദൈവത്തിന്റെ ട്രാക്കിൽ നിന്നും ഹൗവയെ തെറ്റിച്ചു. ഹൗവയുടെ മനസ്സ് മാറി. കുറവുകളില്ലായിരുന്നു ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നപ്പോൾ. എന്നാൽ അവർ ട്രാക്ക് തെറ്റിയപ്പോൾ അവർക്ക് മനസ്സിലായി, അയ്യോ ഞങ്ങൾ നഗ്നരാണ് എന്നൊരു ഫീലിംഗ് അവർക്ക് വന്നു. കുറവുകൾ വന്നു തുടങ്ങി. അവർ പലവിധമായ പോരായ്മകൾ അനുഭവിച്ചു തുടങ്ങി. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ കുറവുകളില്ലാതെ, ഞെരുക്കങ്ങളില്ലാതെ മഹത്വത്തിൽ കർത്താവ് തൻ്റെ മക്കളെ നടത്തും. ചില ആളുകൾ ഇപ്പോഴും ഞാൻ എന്തായാലും വാ തുറക്കില്ല എന്ന് അങ്ങനെ പിടിവാശിയിലിരിക്കുകയാണ്. അടുത്ത കേട്ട് പറഞ്ഞാൽ വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം, പല്ലെന്തെങ്കിലും തൊഴിയുന്ന പല്ലുണ്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയയും പറയരുത്, ആമേനും പറയരുത്, അടച്ച് തന്നെ ഇറുക്കി വെച്ചേക്കുക, സ്തോത്രവും പറയരുത്. ഓക്കെ? ഇല്ല, പ്രശ്നമില്ല എങ്കിൽ ധൈര്യമായിട്ട് സ്തുതിക്കുക, ഹല്ലേലൂയ പറയുക. ഓക്കെ, ശരി. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം. நல்ல மனுஷன் தன் இருதயமாகிய நல்ல பொக்கிஷத்திலிருந்து நல்லதை எடுத்து காட்டுகிறான். பொல்லாத மனுஷன் தன் இருதயமாகிய பொல்லாத பொக்கிஷத்திலிருந்து പൊല്ലാതதை എടുത്തു കാട്ടുகிறாൻ. ഇരുദയത്തിൻ നിറവിനാൽ അവനവൻ വായ് പേസും. അതിന്റെ ലാസ്റ്റ് ഭാഗം മലയാളത്തിൽ, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. എന്താണ് ഹൃദയത്തിൽ നിറയുന്നത്? അത് വായിൽ നിന്ന് പുറത്തു വരും. ഹല്ലേലൂയ. ഹൃദയത്തിൽ നല്ലത് നിറഞ്ഞാൽ നല്ലത് വായിൽ നിന്ന് പുറത്തു വരും. ഹൃദയത്തിൽ വിശ്വാസം നിറഞ്ഞാൽ വിശ്വാസത്തിന്റെ വാക്കുകൾ വായിൽ നിന്ന് പുറത്തു വരും. ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞാൽ ദൈവസ്നേഹത്തിന്റെ വാക്കുകൾ വായിൽ നിന്ന് പുറത്തു വരും. ഹൃദയത്തിൽ ഭക്തിയുണ്ടെങ്കിൽ ഭക്തിയുടെ പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കും. സംസാരത്തിലും ഭക്തിയോടുകൂടെ സംസാരിക്കും. ഹൃദയത്തിൽ താഴ്മയുണ്ടെങ്കിൽ താഴ്മയോടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകും, താഴ്മയോടുകൂടെ സംസാരിക്കും. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഹൃദയത്തിൽ എന്തു നിറയ്ക്കണം എന്നുള്ളതിനെ കുറിച്ച് നാം ശ്രദ്ധിക്കണം. ഹൃദയത്തിൽ അയോഗ്യമായത്, ദൈവഹിതമല്ലാത്തത്, പിശാചിനിടം കൊടുക്കുന്ന കാര്യങ്ങൾ നിറയ്ക്കരുത്. ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുന്ന, പരിശുദ്ധാത്മാവ് വസിക്കുവാൻ അനുകൂലമായ കാര്യങ്ങളെ ഹൃദയത്തിൽ നിറയ്ക്കണം. ഹൃദയത്തെ കാക്കണം. ഹല്ലേലൂയ. ഹൃദയത്തിൽ നല്ലത് നിറച്ചാൽ നല്ലത് വായിൽ നിന്ന് വരും. എന്തുകൊണ്ട് ചിലർ മോശമായി സംസാരിക്കുന്നു? ഹൃദയത്തിൽ നല്ലതില്ല. എന്തുകൊണ്ട് ചിലർ ചീത്ത വിളിക്കുന്നു? ഹൃദയത്തിൽ ചീത്തത്തരം നിറഞ്ഞിരിപ്പുണ്ട്. എന്തുകൊണ്ട് വളരെ മോശമായി സംസാരിക്കുന്നു? ഹൃദയത്തിൽ മോശമായ കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അത് വായിൽ കൂടെ പുറത്തു വരുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹൃദയത്തിൽ നല്ലത് നിറയ്ക്കാം. വചനത്തിന്റെ വെളിച്ചത്തിൽ ഹൃദയത്തിൽ നല്ലത് നിറച്ചാൽ അത് വായിൽ നിന്ന് പുറത്തു വരും. അത് നന്മയായി പുറത്തു വരും, അത് അനുഗ്രഹമായി പുറത്തു വരും. ചിലരുടെ വായിൽ നിന്ന് ശാപമേ പുറപ്പെടുകയുള്ളൂ. എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ ശാപം നിറഞ്ഞിരിക്കുന്നു. ശാപത്തിന്റെ ഉറവയായി ഹൃദയം ഇരിക്കുകയാണ്. അതുകൊണ്ട് ശാപം മാത്രമേ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നുള്ളൂ. ചിലരുടെ ഹൃദയത്തിൽ നിന്നും കയ്പിന്റെ വാക്കുകൾ മാത്രമേ പുറത്തു വരുന്നുള്ളൂ. കാരണം എന്താണ്? ഹൃദയത്തിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നു, ഹൃദയത്തിൽ പക നിറഞ്ഞിരിക്കുന്നു, ഹൃദയത്തിൽ വെറുപ്പ് നിറഞ്ഞിരിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കും. ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് വായിൽ നിന്ന് പുറത്തു വരും. ഹൃദയത്തിൽ നല്ലതുകൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവ് പറയുകയാണ്, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന്, ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ഹൃദയത്തിൽ നല്ല കാര്യങ്ങളെ കൊണ്ട് ഫില്ല് ചെയ്യണം. അടുത്ത കേട്ടത് പറഞ്ഞേ, ഹൃദയത്തെ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കണം. ഓൺലൈനിൽ ഇരിക്കുന്നവരും നിങ്ങൾ വചനം കേട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കമൻസ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങണ്ട. ഞാൻ നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. ഇവിടെ പുറത്തിരിക്കുന്നവരും അങ്ങനെ തന്നെ സ്തുതിയോടെ സ്തോത്രത്തോടുകൂടെ കർത്താവിന് മഹത്വത്തെ കൊടുക്കുക. ആമേൻ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, ശരി. ഹൃദയത്തിൽ നല്ല നിക്ഷേപമുണ്ടെങ്കിൽ നല്ലത് പുറത്തു വരും. ഹൃദയത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നത് മോശമായിട്ടുള്ളതെങ്കിൽ മോശമായുള്ളത് പുറത്തു വരും. ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഓക്കെ, മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങളെ കൊണ്ടുവരും. വചനമില്ലാതെ ആരാധനയും പ്രാർത്ഥനയും മാത്രമുണ്ടായിരുന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും മഹത്വത്തിലും നിലനിൽക്കുവാൻ കഴിയുകയില്ല. അല്പസമയം മാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നിട്ട് പോയാൽ പോരാ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും, അവിടെ എന്ത് പറയുന്നു? എങ്ങനെ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഹൃദയത്തിന് പങ്കുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ ഹൃദയത്തിന് റോളുണ്ട്. ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം പുറത്തു വരണം. നമ്മളിന്ന് ആരാധിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, ഹല്ലേലൂയ പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഓരോ സ്തോത്രം പറയുമ്പോഴും ഓരോ ഹല്ലേലൂയ പറയുമ്പോഴും നമ്മുടെ ഉള്ളം ആ കർത്താവിനോട് തന്നെ ആ ഒരു ധ്യാനത്തിൽ തന്നെ അത് പറയട്ടെ. പുറമേ വായിൽ നിന്ന് മാത്രം ശബ്ദം പുറപ്പെട്ടാൽ പോരാ, അകമേ ഹൃദയത്തിൽ ഒരു ഏകാഗ്രത, ഹൃദയത്തിൽ ഒരു ഭയഭക്തി ഉത്ഭവിച്ച് അതിൽ നിന്നും ഈ സ്തോത്രവും ഈ ഹല്ലേലൂയയും പുറത്തു വരണം. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ. ഹൃദയത്തിലില്ലാതെ വെറുതെ വായി കൊണ്ട് മാത്രം ഹല്ലേലൂയ പറഞ്ഞാൽ ആ ഹല്ലേലൂയ ദൈവത്തിന് അല്ല, അത് ദൈവം എടുക്കുകയില്ല. അത് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഒരു സൗണ്ട് ഉണ്ടാക്കിയാൽ ഈ സൗണ്ടിൽ ആ സൗണ്ടോട് അതങ്ങ് തീർന്നു, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്നാൽ സ്നേഹമുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട്. സ്നേഹമില്ലാത്ത ആരാധന കൊണ്ട് കാര്യമില്ല. ശബ്ദം മാത്രം പുറപ്പെടുവിക്കുന്ന ആരാധന കൊണ്ട് കാര്യമില്ല. ആരാധന, സ്തുതികൾ ഹൃദയത്തിൽ നിന്ന് വരണം. ഹൃദയത്തിൽ കർത്താവിനെ സ്നേഹിച്ച് സ്തോത്രം ചെയ്യണം. ഹൃദയത്തിൽ കർത്താവിനെ സ്നേഹിച്ച് ഏകാഗ്രതയോടെ ശ്രദ്ധയോടുകൂടെ കർത്താവിന് മഹത്വത്തെ കൊടുക്കണം. ഹല്ലേലൂയ. വചനം പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ. അപ്പോൾ ആരാധിക്കുന്ന സമയം ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കണം. ആരാധിക്കുന്ന സമയം വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മിക്കരുത്, നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മിക്കരുത്, നാളെയെക്കുറിച്ച് ചിന്തിക്കരുത്, ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കരുത്. കഷ്ടതകളായാലും സന്തോഷങ്ങളായാലും നന്മകളായാലും തിന്മകളായാലും പലതും ജീവിതത്തിലുണ്ടാകാം. എന്നാൽ കർത്താവിനായി നാം കാത്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ പാദത്തിലിരിക്കുമ്പോൾ എല്ലാം മറന്ന് കർത്താവിനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുവാൻ, പൂർണ്ണ ഹൃദയവും കർത്താവിനെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നത് അനുഗ്രഹമാണ്. ഇന്ന് നാം കർത്താവിനായി മാറ്റിവെച്ച് കർത്താവിൻ്റെ മക്കളോട് ചേർന്ന് കർത്താവിൻ്റെ പാദത്തിൽ ഇരിക്കുന്നത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഇതൊരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. കർത്താവിന് ഭയങ്കര സന്തോഷമായിരിക്കും. ദൈവത്തിൻ്റെ ജനം, കർത്താവ് നന്മ ചെയ്ത ദൈവജനം, ദൈവത്തിൽ നന്മകൾ സ്വന്തമാക്കിയ ദൈവജനം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കർത്താവിൻ്റെ പാദത്തിൽ സമയങ്ങൾ മാറ്റിവെച്ച് ജോലികൾ മാറ്റിവെച്ച് സ്തുതിപ്പാൻ, വചനം ധ്യാനിക്കുവാൻ, ആരാധിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ വന്നിരിക്കുന്നു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഹൃദ്യമായി ഈ ചെയ്യുന്ന ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ്, ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തോടെ, ഭയഭക്തിയോടെ, ശ്രദ്ധയോടുകൂടെ ചെയ്താൽ അത് കൂടുതൽ എഫക്റ്റീവ് ആകും, കൂടുതൽ കാര്യക്ഷമമാകും. ആരാധനയിൽ പൂർണ്ണ ഹൃദയം വേണം, ആരാധനയിൽ ശ്രദ്ധ വേണം, സ്തുതിയിൽ ശ്രദ്ധ വേണം. ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടുകൂടെ സ്തുതിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. വെറുതെ അല്ല ഹല്ലേലൂയ, വെറുതെ അല്ല സ്തോത്രം, വെറുതെ അല്ല നമ്മൾ പാടുന്ന ആരാധനാ ഗീതങ്ങൾ. എല്ലാം ഹൃദയത്തിൽ നിന്ന് വരട്ടെ, ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും അത് തന്നെ പ്രാക്ടീസ് ചെയ്യുവാൻ. ഹൃദയത്തിൽ നിന്നും സ്തുതി വരണം. വായിൽ നിന്ന് മാത്രം വരുന്ന ജൽപ്പനമാകരുത്. അത് ദൈവം അംഗീകരിക്കുകയില്ല, ദൈവത്തിന് പോവുകയില്ല.
ഹൃദയത്തിൽ നിന്ന് വരണം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുന്ന സ്തുതി നമ്മിൽ ഉണ്ടാകട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് കർത്താവ് നമുക്ക് കൽപ്പന തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കട്ടെ. ലോകത്തോടുള്ള സ്നേഹം ഹൃദയത്തിൽ വേണ്ട. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകസ്നേഹം, ലോകത്തോടുള്ള സ്നേഹം, പണത്തോടുള്ള സ്നേഹം, ലോകത്തിലെ പല കാര്യങ്ങളുമായിട്ടുള്ള സ്നേഹം അത് ദൈവത്തിന് ശത്രുതയാണ്. എന്നാൽ ദൈവത്തോടുള്ള സ്നേഹം, ദൈവവചനത്തോടുള്ള സ്നേഹം, ആത്മീക ആരാധനകളോടുള്ള സ്നേഹം, ദൈവിക കാര്യങ്ങളോടുള്ള സ്നേഹം അത് നമ്മിൽ വർദ്ധിക്കട്ടെ. ഹൃദയത്തെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറയ്ക്കാം. പണത്തോടാണോ ആർത്തി? ലോകത്തോടാണോ സ്നേഹം? ചില വ്യക്തികളോടാണോ സ്നേഹം? എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിന് കീഴെ വരട്ടെ. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സ്നേഹം ദൈവത്തോടുള്ള സ്നേഹമാകട്ടെ. ദൈവത്തോടുള്ള സ്നേഹം ലീഡിംഗ് ആയിരിക്കണം. ഹൃദയത്തിൽ അത് നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ എന്തു കിട്ടിയാലും എന്ത് നഷ്ടപ്പെട്ടാലും അത് ഒരു ദൈവ പൈതലിനെ ബാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലാണ് ഇയ്യോബ്. ഇയ്യോബിന് അനേക നന്മകൾ ദൈവം കൊടുത്തു. നല്ല കുടുംബത്തെ കൊടുത്തു, നല്ല വരുമാനത്തെ കൊടുത്തു, നല്ല വസ്തുവകകളെ കൊടുത്തു, ദാസീദാസന്മാരെ കൊടുത്തു, വേലക്കാരെ കൊടുത്തു, നല്ല സമ്പത്ത് കൊടുത്തു, എല്ലാ നന്മകളും കൊടുത്തു. പക്ഷേ ഇയ്യോബിന്റെ ഹൃദയത്തിൽ സ്നേഹം ആ സമ്പത്തിനോട് ഇല്ല. അതിനേക്കാൾ സ്നേഹം കൊടുത്ത ദൈവത്തോടുണ്ടായിരുന്നു. ഇന്ന് ചിലർക്ക് പറ്റുന്ന അബദ്ധം ഇതാണ്: ചില നന്മകൾ ലഭിക്കുമ്പോൾ തന്നവനെ മറന്ന് കിട്ടിയതിനെ സ്നേഹിക്കുന്നു. കിട്ടിയതിന് നന്ദി വേണം, എന്നാൽ കിട്ടിയതിനേക്കാൾ അധികം സ്നേഹം തന്നവനോട് കാണിക്കണം. ഹല്ലേലൂയ. എങ്ങനെ? കിട്ടിയതിനേക്കാൾ അധികം സ്നേഹം തന്നവനോടുണ്ടാകണം. ഇയ്യോബിന് ചിലത് നഷ്ടപ്പെട്ടപ്പോൾ ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു: ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തോത്രം. മരണ വീട്ടിൽ മാത്രം കേൾക്കാൻ പറ്റുന്ന ഒരു വാചകമാണ്. ഇത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ നിങ്ങളോട് അടിയുണ്ടാക്കി പിരിഞ്ഞു പോകുമ്പോൾ ഹൃദയം വേദനിക്കരുത്. ഹൃദയം വേദനിച്ച് നിങ്ങൾ നിരാശയിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ അധികം സ്നേഹം ആ വ്യക്തിയോടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മുറിവേറ്റത്, അതുകൊണ്ടാണ് നിങ്ങൾ തകർന്നു പോയത്. നിങ്ങൾ തകർന്നു പോകുവാൻ പാടില്ല. ഇങ്ങനെ എടുക്കണം: വരുന്നത് വരട്ടെ, പോകുന്നത് പോകട്ടെ. ആര് വന്നാലും ശരി, ആര് പോയാലും ശരി, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അത് നമ്മളെ മനസ്സിനെ ബാധിക്കരുത്. നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും, നിങ്ങളെ തരം താഴ്ത്തിയാലും, നിങ്ങളെ അപമാനിച്ചാലും, നിങ്ങളെ നിന്ദിച്ചാലും, നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും, നിങ്ങളെ റിജക്റ്റ് ചെയ്താലും അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോട് സ്നേഹം നിറഞ്ഞിരുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും. ദൈവത്തോടുള്ള സ്നേഹം നിങ്ങളുടെ ഉള്ളത്തിൽ നിറഞ്ഞിരുന്നാൽ അതൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല. ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. ദാവീദ് പറയുന്നത് പോലെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഹല്ലേലൂയ. எந்த காலத்திலும் எந்த நேரத்திலும் நன்றியால் உம்மை நான் துதிப்பேன். இயேசுவே உம்மை நான் இந்த வேளையிலும் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன், துதிப்பேன், வேளையிலும் துதிப்பேன். ஆதியும் நீரே, அந்தவும் நீரே. ഹൃദയത്തിന് ആഴത്തിൽ നിന്നും ആരാധന ഉയരട്ടെ. ഓഹോ, ആദിയും നീരേ, അന്തവും നീരേ, ജ്യോതിയും നീരേ, എൻ സ്വന്തവും നീരേ. எந்த காலத்திலும் எந்த நேரத்திலும் நன்றியால் உம்மை நான் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன், துதிப்பேன், எந்த வேளையிலும் துதிப்பேன். இயேசுவே உம்மை நான்
துதிப்பேன் துதிப்பேன், எந்த வேளையிலும் துதிப்பேன். இயேசுவே உம்மை நான் துதிப்பேன் துதிப்பேன், எந்த எல்லாரும் ஓஹோ இயேசுவே உம்மை நான் துதிப்பேன். எல்லாரும் துதிப்பேன், எந்த காலத்திலும் எந்த நேரத்திலும் நன்றியாலும் நான் துதிப்பேன். சத்தியமாய் പറയാം, ഉമ്മൈ ഞാൻ തുതിപ്പേൻ തുതിപ്പേൻ. ആരെന്തു പറഞ്ഞാലും ഞാൻ കർത്താവിനെ സ്തുതിക്കും. ആരെന്നെ വിട്ടുപോയാലും ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, ആരെല്ലാം വന്നാലും ആരെല്ലാം പോയാലും, ആരെല്ലാം അംഗീകരിച്ചാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കും. ഞാൻ എന്റെ കർത്താവിന്റെ വഴികളിൽ നടക്കും. തുതിപ്പേൻ തുതിപ്പേൻ, എന്റെ വേളയിലും തുതിപ്പേൻ, എന്റെ കാലത്തിലും എന്റെ നേരത്തിലും നന്ദിയാലും തുതിപ്പേൻ. മനുഷ്യരുടെ വാക്കുകൾ നമ്മെ വേദനിപ്പിക്കരുത്. കർത്താവിന്റെ വാക്കുകൾ അത് നമുക്ക് മതി. നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ വളർത്തുന്ന, നമ്മളെ നിറയ്ക്കുന്ന. എந்த കാലത്തിലും എந்த നേരത്തിലും നന്ദിയാലും ഞാൻ തുതിപ്പേൻ. യേശുവേ ഉമ്മൈ ഞാൻ തുതിപ്പേൻ തുതിപ്പേൻ. നിരാശകൾ മാറിപ്പോകട്ടെ, വേദനകൾ മാറിപ്പോകട്ടെ. മനുഷ്യന്റെ വാക്കിനെ ഓർത്ത് കലങ്ങേണ്ട, ലോകത്തിന്റെ ശബ്ദം കേട്ട് കലങ്ങേണ്ട. ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു അരുമനാഥൻ നിനക്കായിട്ടുണ്ട്. എந்த കാലത്തിലും എந்த നേരത്തിലും നന്ദിയാലും ഞാൻ. ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. ഞാൻ എന്റെ കർത്താവിനെ ആരാധിക്കും. ഓഹോ എந்த കാലത്തിലും എந்த നേരത്തിലും അത് നമ്മുടെ തീരുമാനമാകട്ടെ. I will praise my God. ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. ഞാൻ എന്റെ കർത്താവിനെ ആരാധിക്കും. നന്മയിലും തിന്മയിലും, കഷ്ടത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. തുതിപ്പേൻ തുതിപ്പേൻ, എന്റെ വേളയിലും തുതിപ്പേൻ. യേശുവേ ഉമ്മൈ ഞാൻ തുതിപ്പേൻ തുതിപ്പേൻ, എന്റെ വേളയിലും തുതിപ്പേൻ. സത്യമായി പറയാം, I will praise my God. ഇരിക്കാം. ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കും. കർത്താവിന്റെ കൽപ്പന പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവേൻ. ദൈവത്തെക്കാൾ അധികം, ദൈവവചനത്തെക്കാൾ അധികം ഒരു കാര്യത്തിനും, ലോകത്തിലുള്ള ഒരു കാര്യത്തിനും പ്രാധാന്യം കൊടുക്കരുത്, ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഫസ്റ്റ് പ്ലേസ് ടു ഗാഡ്. ഒന്നാം സ്ഥാനം കർത്താവിന്, ഒന്നാം സ്ഥാനം ദൈവവചനത്തിന്, ഒന്നാം സ്ഥാനം ദൈവിക കാര്യങ്ങൾക്ക്. അങ്ങനെ തന്നെ ഹൃദയം തീരുമാനമെടുക്കട്ടെ. അങ്ങനെ തന്നെ ഒരു തീരുമാനം ഉള്ളത്തിലുണ്ടായിരിക്കട്ടെ. ഏറ്റവും അധികമായ സ്നേഹം യേശുവിന്, ഏറ്റവും അധികമായ സ്നേഹം വചനത്തിന്, ഏറ്റവും അധികമായ സ്നേഹം ദൈവത്തെ സ്തുതിക്കുന്നതിന്, ദൈവിക കാര്യങ്ങൾക്ക് ഫസ്റ്റ് ലവ്, ദ അറ്റ്മോസ്റ്റ് ലവ്, ഏറ്റവും അധികമായ സ്നേഹം ഫോർ ജീസസ്, യേശുവിന്. അങ്ങനെ തന്നെ ഹൃദയം ഉറപ്പിക്കുവേ. ലോകത്തിനല്ല, ലോകത്തിലെ കാര്യങ്ങൾക്കല്ല, ലോകത്തിലെ വസ്തുവകകൾക്കല്ല, ലോകത്തിലെ വ്യക്തികൾക്കല്ല, ലോകത്തിലെ ബന്ധങ്ങൾക്കല്ല, കുടുംബത്തിനല്ല, ഏതൊരു കാര്യത്തിനുമല്ല, എനിക്കല്ല, എൻ്റെ ഒരു കാര്യത്തിനുമല്ല. ഏറ്റവും അധികമായ സ്നേഹം യേശുവിന്, ഏറ്റവും അധികമായ സ്നേഹം കർത്താവിന്, ഏറ്റവും അധികമായ സ്നേഹം ശ്രേഷ്ഠാവിന്. അതുതന്നെ ഹൃദയത്തിൽ ആമേൻ ഒരുങ്ങട്ടെ, ഹൃദയം ഒരുങ്ങട്ടെ. ഏറ്റവും അധികമായ സ്നേഹം കർത്താവിനോട് തന്നെ ഇരുന്നാൽ പാമ്പ് വഞ്ചിക്കുകയില്ല, പാമ്പിന് ഇടം ലഭിക്കുകയില്ല. നിന്റെ തോട്ടത്തിൽ, ഹൃദയമാകുന്ന നിന്റെ തോട്ടത്തിൽ പാമ്പിനെ കയറുവാൻ അനുവദിക്കരുത്, പാമ്പിനിടം കൊടുക്കരുത്.
ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു വീണ്ടും അതുപോലെ പ്രധാനപ്പെട്ട കൽപ്പനയാണെന്ന് 38 വാക്യത്തിൽ, 39 വാക്യത്തിൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. തമിഴിൽ ഉന്നിടത്തിൽ നീ അൻപ് കൂറുവത് പോലെ പിറന്നിടത്തിലും അൻപ് കൂറുവായാക. ശരി, ഉന്നിടത്തിൽ നീ അൻപ് കൂറുവത് പോലെ, നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ നീ മറ്റുള്ളവരെയും സ്നേഹിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്നെ നീ സ്നേഹിക്കുന്നത് പോലെ. നിന്നെ നീ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നില്ലേ? ആർക്കെല്ലാം അവരവരോട് സ്നേഹമുണ്ട്? സ്നേഹമുണ്ട് അല്ലേ? സ്നേഹമുണ്ടല്ലോ. ശരി, ഒരു വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചിട്ട് അതിലേക്ക് വരാം. മത്തായി സുവിശേഷം 16 അധ്യായം 24 വാക്യം. മത്തായി സുവിശേഷം 16 അധ്യായം 24 വാക്യം. அப்பொழுது இயேசு தம்முடைய சீஷர்களை நோக்கி, ஒருவன் என்னை பின்பற்றி வர விரும்பினால் 24 വാക്യം. യെസ്, കണ്ടിന്യൂ. அவன் தன்னைத்தான் வெறுத்து தன் சிலுவையை எடுத்துக்கொண்டு என்னை பின்பற்ற கடவன். തമിഴിൽ എന്താ പറയുന്നത്? തന്നെത്താൻ വെറുത്ത്. മലയാളത്തിൽ പറയുന്നു തന്നെത്താൻ ത്യജിച്ച്. ഓക്കെ, ഇനി ഒരു തീരുമാനത്തിലെത്തിക്കേ. നമ്മൾ നമ്മളെ സ്നേഹിക്കണോ, സ്നേഹിക്കണ്ടേ? ഇവിടെ പറയുന്നു തന്നെത്താൻ വെറുത്ത് തൻ്റെ ക്രൂശും എടുത്ത് കർത്താവിനെ അനുഗമിക്കട്ടെ. കർത്താവിൻ്റെ മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, നിന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം. ഒരു തീരുമാനത്തിലെത്തിക്കുക. എന്താ ചെയ്യേണ്ടത്? വെറുക്കണോ, സ്നേഹിക്കണോ? സ്നേഹിക്കണോ? പിന്നെ വെറുക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്താ കേട്ടില്ല? അല്ല, അത് ഓക്കെ. എൻ്റെ ക്വസ്റ്റ്യൻ, തന്നെത്താൻ വെറുത്തെന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മളെ നമ്മൾ സ്നേഹിക്കണോ വേണ്ടേ? സ്നേഹിക്കണോ? എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞേ. സ്നേഹിക്കണം. പിന്നെ വെറുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് വചനത്തിലുണ്ടാകും. ഇവിടെ ഒരു ബാലൻസിങ് ആണ് വേണ്ടത്. ഇവിടെ തമിഴ് ബൈബിളിലെ ട്രാൻസ്ലേഷനിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. തന്നെത്താൻ വെറുത്ത് എന്നുള്ളത് അല്ല, തന്നെത്താൻ ത്യജിച്ച് എന്ന് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആൽമോസ്റ്റ് കറക്റ്റാണ്, ഏകദേശം കറക്റ്റാണ്. തന്നെത്താൻ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ മാറ്റിവെച്ചിട്ട്, നമ്മുടെ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? നമ്മോടുള്ള സ്നേഹം കുറഞ്ഞു പോകുവാൻ പാടില്ല. നമുക്ക് നമ്മോട് സ്നേഹം വേണം. എന്തുകൊണ്ട് നമുക്ക് നമ്മോട് സ്നേഹം വേണം? കർത്താവ് പോലും നമ്മളെ സ്നേഹിക്കുന്നു. ഓക്കെ, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നില്ലേ? ആരെല്ലാം കർത്താവ് സ്നേഹിക്കുന്നുണ്ട്? ഉറപ്പാണല്ലോ. ഇനി പറയരുത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് പറയരുത്. ഇത് പറയുകയും ചെയ്യും. കുറച്ച് ആരെങ്കിലും റോഡിൽ കൂടെ പോകുന്നവർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയാൽ ഉടനെ പറയും, അയ്യോ ഞാൻ ഇനി എന്തിന് ജീവിച്ചിരിക്കണം, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല എന്ന് ഉടനെ നെഗറ്റീവ് പറയരുത്. നമ്മളെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവിന് തൻ്റെ മക്കൾ വിലയേറപ്പെട്ടവരാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ മോശമായിരുന്നാലും, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ഭോഷന്മാരായിരുന്നാലും, യേശുവിന് ദൈവ പൈതലേ നീ വിലയേറിയവനാണ്, വിലയേറിയവളാണ്. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ തന്നെത്താൻ വെറുക്കുക, തന്നെത്താൻ ത്യജിക്കുക എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വെറുക്കുക എന്നുള്ള അതേ വാക്കല്ല ഉപയോഗിക്കേണ്ടത്. നമ്മളെ നിഷേധിക്കണം, യേശുവിൻ്റെ വചനത്തെ അംഗീകരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിനായി അവസരം കൊടുക്കണം. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളെ മാറ്റിവെച്ച് കർത്താവിൻ്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്നു. ആം ഐ കറക്റ്റ്? ശരിയല്ലേ? നിങ്ങൾ അതാ ചെയ്തിരിക്കുന്നത്. നിങ്ങളെ നിഷേധിച്ചു. നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണമെന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിനെ മാറ്റിവെച്ചു. ഇല്ല, വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല, ഞാൻ കർത്താവിൻ്റെ പാദത്തിൽ പോയി കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. ചിലപ്പോൾ ഇന്ന് തന്നെ ആയിരിക്കും ഒരാൾ, വേണ്ടപ്പെട്ട ആൾ കല്യാണം വിളിച്ച് വന്നിരിക്കുന്നത്. കല്യാണത്തിന് പോകോ, ആരാധനയ്ക്ക് വരുമോ? അവിടെയാണ് ഒരു സിറ്റുവേഷൻ. അവിടെയാണ് വെറുക്കേണ്ടത്. കല്യാണം പിന്നെ ആദ്യം ആരാധന. പാലുകാച്ചിന് പോകോ, ആരാധനയ്ക്ക് വരുമോ? ആദ്യം ആരാധന പിന്നെ പാലുകാച്ച് എന്ന രീതിയിൽ
അതിൻ്റെ പ്രിഫറൻസസിനെ മാറ്റണം, മുൻഗണനാ ക്രമങ്ങളെ മാറ്റണം. ഫസ്റ്റ് പ്ലേസ് ടു ഗാഡ്, ഒന്നാം സ്ഥാനം ദൈവത്തിന് എന്ന രീതിയിൽ അതിനെ എടുക്കണം. നമ്മെ നാം വെറുക്കണ്ട, നമ്മുടെ കാര്യങ്ങളെക്കാൾ അധികം ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. നമ്മെ നാം സ്നേഹിച്ചേ മതിയാകൂ. കാരണം പിതാവ് നമ്മെ സ്നേഹിക്കുന്നു, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ തന്നു, തൻ്റെ ശരീരത്തെ തകർത്തു, തൻ്റെ രക്തം ചിന്തി. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നാം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് നാം നമ്മെ സ്നേഹിക്കണം, നാം നമ്മെ കെയർ ചെയ്യണം, നമ്മുടെ ഹെൽത്ത് നാം നോക്കണം, നമ്മുടെ റിക്വയർമെൻറ്റ്സിലെല്ലാം നമുക്ക് ശ്രദ്ധ വേണം, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം നമുക്ക് ശ്രദ്ധ വേണം. നമ്മെ വെറുക്കുവാൻ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല, നമ്മെ സ്നേഹിക്കുവാൻ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നു. എന്നാൽ നമ്മെ നാം സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരോടും നമുക്ക് സ്നേഹം വേണം. നമ്മെക്കാൾ അധികം സ്നേഹം ദൈവത്തോട് വേണം, മറ്റുള്ളവരെക്കാൾ അധികം സ്നേഹം ദൈവത്തോട് വേണം, മറ്റു കാര്യങ്ങളെക്കാൾ അധികം സ്നേഹം ദൈവത്തോട് വേണം. ഏറ്റവും കൂടിയ സ്നേഹം ദൈവത്തോട്, അതിന് കീഴെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തു നിറയണം? ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കണം. അടുത്ത കേട്ടു പറഞ്ഞേ, ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അടുത്ത് ഇനി നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ട മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം, വിശ്വാസം. എബ്രായർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഹൃദയത്തിൽ എന്തു വേണം? വിശ്വാസം വേണം. സ്നേഹമുള്ള എല്ലാവർക്കും വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവിശ്വാസം വന്നേക്കാം, അപ്പോഴും സ്നേഹമുണ്ടാകും. എന്നാൽ ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് വചനം പറയുന്നു. വിശ്വാസം എന്നതോ എബ്രായർ 11:1. എബ്രായർ 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. എന്താണ് ആശിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എന്താണ് ആഗ്രഹം? നിങ്ങളുടെ ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ആകണം. നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ സൗഖ്യം, നിങ്ങളുടെ വിടുതൽ, നിങ്ങളുടെ ജയം, നിങ്ങളുടെ ഉയർച്ച, ഇതാകണം നിങ്ങളുടെ ആഗ്രഹം. ദൈവത്തിനും നിങ്ങളെക്കുറിച്ച് ബെറ്റർ പ്ലാൻസ് ആണുള്ളത്. ദൈവത്തിനും നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തകളേ ഉള്ളൂ. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം എന്ന് മാത്രമേ ദൈവത്തിനും ആഗ്രഹമുള്ളൂ. നമുക്ക് നമ്മെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ ഒരാഗ്രഹം ഉണ്ടാകട്ടെ. യാക്കോബിനെ നോക്കൂ. യാക്കോബിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. യാക്കോബ് യാബോക്ക് വന്ന കടവിൽ ഇരുന്നപ്പോൾ, താൻ തൻ്റെ അടുക്കൽ ദൈവം തന്നെ ഇറങ്ങി വന്നപ്പോൾ താൻ മല്ലുപിടിക്കുകയാണ്. യാക്കോബ് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. ബ്ലെസ്സിങ് ആരാഗ്രഹിക്കും? സ്വയം സ്നേഹമുള്ളവർ, അവരവരോട് സ്നേഹമുള്ളവർ അവരവരുടെ ബ്ലെസ്സിങ്ങിനെ ഇഷ്ടപ്പെടും. ആർക്ക് ബ്ലെസ്സിങ് ഇഷ്ടപ്പെടില്ല? സ്വയം വെറുത്തവർ ബ്ലെസ്സിങ്ങിനെ ഇഷ്ടപ്പെടില്ല. സ്വയം വെറുത്തവർ എപ്പോഴെങ്കിലും എനിക്ക് മരിച്ചാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കും. ഓക്കെ, സ്വയം വെറുത്ത് ജീവിക്കരുത്. സ്വയമായൊരു സ്നേഹം ഉണ്ടാകണം. അതിനേക്കാൾ അധികം സ്നേഹം കർത്താവിനോട് ഉണ്ടാകണം. ഇങ്ങനെ ഒരു ബാലൻസ്ഡ് ലവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാനാണ് ഇഷ്ടം, ദൈവത്തിന് എന്നെ ഉയർത്തുവാനാണ് ഇഷ്ടം, ദൈവത്തിന് എന്നെ മാനിക്കുവാനാണ് ഇഷ്ടം, ദൈവത്തിന് എന്നെ സൗഖ്യമാക്കുവാനാണ് ഇഷ്ടം. അങ്ങനെ ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ. നിങ്ങൾ പോസിറ്റീവായി നിങ്ങളുടെ നന്മയെക്കുറിച്ച് നിങ്ങൾ ആശിക്കും, അതിനെ ഉറപ്പിക്കും. ദൈവം അത് തരുമെന്നൊരു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അപ്പോഴായിരിക്കും ലോകത്തിൻ്റെ ശബ്ദം നെഗറ്റീവായി നിങ്ങളുടെ ചെവികളിൽ വരുന്നത്. ആ ലോകത്തിൻ്റെ ശബ്ദം നിങ്ങളെ ബാധിക്കരുത്, അത് നിങ്ങളെ നെഗറ്റീവ് ആക്കരുത്, അത് നിങ്ങളെ തളർത്തരുത്, അത് നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കരുത്, അത് നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കരുത്. അത് ലോകത്തിൻ്റെ ശബ്ദം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ബെറ്റർ പ്ലാൻസ് ആണുള്ളത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നല്ല പദ്ധതികളാണുള്ളത്. നിങ്ങളുടെ ദോഷമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ അപായമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ നാശമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ ദാരിദ്ര്യമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. നിങ്ങളുടെ അനുഗ്രഹമാണ്, നിങ്ങളുടെ ഉയർച്ചയാണ്, നിങ്ങളുടെ സൗഖ്യമാണ്, നിങ്ങളുടെ സമാധാനമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെക്കുറിച്ച് ബെറ്റർ പ്ലാൻസ് ഉണ്ട്. നമുക്കും നമ്മെക്കുറിച്ച് ബെറ്റർ പ്ലാൻസ് ഉണ്ടാകണം. ഹൃദയത്തിൽ എന്നെ ദൈവം അനുഗ്രഹിക്കും, ഉയർത്തും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വേണം, എനിക്ക് ദൈവം തരും എന്നൊരു ഉറപ്പും വിശ്വാസവും ഉണ്ടായിരിക്കട്ടെ. ഹൃദയത്തിൽ വിശ്വാസം വേണം. ചിലർ ആരാധിച്ചിട്ടും പറയും, ഞാൻ ഇനി ഇങ്ങനെയൊക്കെ തന്നെ, ഞാൻ രക്ഷപ്പെടില്ല, ഞാൻ നന്നാവില്ല എന്ന് ഹൃദയത്തിൽ പറയും. എത്ര പേരുണ്ട് അങ്ങനെ പറയുന്നവർ? ആരുമില്ലേ? കള്ളം പറയുന്നതാ.
അതായത് ആരാധിച്ചിട്ടും സ്തുതിച്ചിട്ടും വചനം കേട്ടിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിൽ നിന്ന് വരും. വിശ്വാസം ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ട് വായിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള ഭാവിയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. ഇനി ഞാൻ രക്ഷപ്പെടില്ല, എൻ്റെ മക്കൾ ഇനി രക്ഷപ്പെടില്ല, അവർ നശിച്ചുപോയി, അവരുടെ അവസ്ഥ മോശമായി പോയി. നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് നെഗറ്റീവ്സ് ആണ് ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് വായിൽ കൂടെ പുറത്തു വരും. നെഗറ്റീവ് വോയിസ് ആയിട്ടുള്ളത് വായിൽ നിന്ന് പുറത്തു വരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി ദൈവം നന്മയായുള്ളത് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകട്ടെ. നമ്മളത് പ്രാപിക്കുവാൻ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും അത് രണ്ടാമത്തെ കാര്യം. ആദ്യം ആ വിശ്വാസത്തെ ഉറപ്പിക്കുവേ. നമ്മൾ ഒരുങ്ങുമ്പോൾ ആ നന്മകൾ നമ്മിലേക്ക് വരും. എന്നാൽ വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. വിശ്വാസമില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വരില്ല. ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിലുള്ള വിശ്വാസവും നമ്മെക്കുറിച്ചുള്ള, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരു വിശ്വാസമുണ്ടായിരിക്കണം. നന്മയായുള്ളത്, അനുഗ്രഹിക്കപ്പെട്ടത്, ബെറ്ററായിട്ടുള്ളത് ദൈവം എനിക്ക് തരും, എനിക്ക് വേണം, ദൈവം എനിക്ക് തരും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ കാക്കും, ദൈവം എന്നെ മാനിക്കും, ദൈവം എന്നെ ഉയർത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. ഇൻ കേസ് തകർച്ചകൾ വന്നാൽ പോലും ഹൃദയത്തെ അത് ബാധിക്കരുത്. ദൈവസ്നേഹമുണ്ടെങ്കിൽ ഹൃദയത്തെ ബാധിക്കില്ല. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാര്യങ്ങളെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഒരു പ്രിപ്പറേഷൻ അവിടെ ആരംഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ആത്മീക മണ്ഡലത്തിൽ ദൈവം അതിനുള്ള ദൂതന്മാരെ റെഡിയാക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങൾ ഉയർത്തപ്പെടുവാനുള്ള പ്രിപ്പറേഷൻസ് ദൈവം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിൽ അവിശ്വാസമാണോ നിറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ള ദൂതന്മാർ റെഡിയാകില്ല. സ്വർഗീയമായ സഹായം നിങ്ങളുടെ അനുഗ്രഹത്തിനായി, നിങ്ങളുടെ ഉയർച്ചയ്ക്കായി, നിങ്ങളുടെ ജയത്തിനായി ദൈവം അയക്കുകയില്ല. ഒരു വിശ്വാസം ഉള്ളിലുണ്ടായിരിക്കട്ടെ. ദൈവമുണ്ടെന്നുള്ളൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അതല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മെ നടത്തുന്നതിനെക്കുറിച്ച്, നമ്മെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ച്, നമ്മെ പരിപാലിക്കുന്നതിനെക്കുറിച്ച് ഒരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. വിശ്വാസം ഹൃദയത്തിൽ നിറയണം. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം ഹൃദയത്തിൽ നിറയണം. അത് നിറഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ വായിൽ നിന്ന് വരില്ല. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു. ഹൃദയത്തിൽ വിശ്വാസം നിറയുന്നുണ്ടോ? വായിൽ നിന്നും വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തു വരും. ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. നെഗറ്റീവ് പറയുന്നവർ, നാശം പറയുന്നവർ, ശാപം പറയുന്നവർ അതുതന്നെ കൊയ്യും. എന്നാൽ അനുഗ്രഹം പറയുന്നവർ, ബ്ലെസ്സിങ്സ് പറയുന്നവർ, പോസിറ്റീവായി സംസാരിക്കുന്നവർ, പ്രത്യാശയോടെ സംസാരിക്കുന്നവർ, വിശ്വാസത്തിൻ്റെ വാക്യങ്ങൾ പറയുന്നവർ, വാഗ്ദത്തത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നവർ, ആ നന്മകൾ അവർ കൊയ്യും. ഹൃദയത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നന്മയായുള്ളത് നിറയ്ക്കുവൻ. അത് നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരട്ടെ. നിങ്ങളുടെ സംസാരത്തിൽ അത് വരട്ടെ. ജീവിതത്തിൽ തന്നെ അത് പ്രയോഗിക്കണം. ആലയത്തിൽ ഇരിക്കുമ്പോൾ കേട്ട് സ്തോത്രം പറഞ്ഞിട്ട് പുറത്തിറങ്ങി നെഗറ്റീവ് പറഞ്ഞു നടക്കുവാനല്ല. ആലയത്തിൽ ഇരിക്കുമ്പോൾ അതിന് സ്തോത്രം പറഞ്ഞിട്ട് ജീവിതത്തിലും നെഗറ്റീവ് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കരുത്. അത് നിങ്ങളുടെ ഉള്ളത്തിൽ പ്രോസസ് ആകരുത്. നിങ്ങളുടെ ഉള്ളത്തിൽ പ്രോസസ് ആകേണ്ടത് ആലയത്തിൽ നിന്ന് കേട്ട ദൈവ ശബ്ദം പ്രോസസ് ആകട്ടെ. ലോകം പറയുന്നു നീ നശിക്കുമെന്ന്, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എനിക്ക് നന്മയായുള്ളത് ചെയ്യും. ലോകം പറയുന്നു നീ രക്ഷപ്പെടുകയില്ല എന്ന്, എന്നാൽ എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുവാൻ ശക്തനാണ്, എന്നെ കാക്കുവാൻ ശക്തനാണ്. ലോകം പറയുന്നു ഇനി രക്ഷപ്പെടുകയില്ല, ഇനി തീർന്നുപോയി, അവസാനിച്ചു പോയെന്ന്, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു പുതിയതൊന്ന് ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. വ്യക്തമായത് ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. അവൻ അത്ഭുതകരമായതൊന്ന് ചെയ്യുവാൻ കർത്താവ് ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ ഒരു പ്രോസസ്സിംഗ് നടക്കട്ടെ. ഹല്ലേലൂയ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവിശ്വാസം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് വായിൽ നിന്ന് വരും. അവർ ദൈവത്തിൻ്റെ നന്മകൾ പ്രാപിക്കുവാൻ തടസ്സമായിരിക്കും. എന്നാൽ ഹൃദയത്തിൽ വിശ്വാസം കൊണ്ട് നിറച്ചാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വായിൽ നിന്ന് വരും. രണ്ടു കാര്യങ്ങൾ, ഹൃദയത്തിൽ നിറയുന്നതും വായിൽ നിന്ന് വരുന്നതും രണ്ടും പോസിറ്റീവ് ആകുമ്പോൾ ദൈവം അങ്ങനെയുള്ള ആരാധിക്കുന്ന മക്കളെ കർത്താവ് അനുഗ്രഹിപ്പാൻ കർത്താവിൻ്റെ ആക്ഷൻസ് വേഗത്തിലാകും. ഹല്ലേലൂയ. ഓക്കെ, എത്ര പേർക്ക് മനസ്സിലായി? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, സദൃശ്യവാക്യം 3-ാം അധ്യായം 5-ാം വാക്യം കൂടെ വായിക്കാം. വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൽ വിചാരിക്കേണ്ട വിചാരങ്ങളെക്കുറിച്ച്, ഹൃദയത്തിലുള്ള ചിന്തകളെക്കുറിച്ച്. സദൃശ്യവാക്യം 3:5, Proverbs chapter 3 verse 5. உன் சுய புத்தியின் மேல் சாயாமல் உன் முழு இருதயத்தோடும்
கர்த்தரில் நம்பிக்கையாயிருந்து സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സ്വന്തമായി മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്, അതിൽ ഊന്നണ്ട. ഡോക്ടർ പറഞ്ഞ റിപ്പോർട്ടുണ്ട്, അതിൽ ഊന്നണ്ട. ലോകം പറയുന്ന പ്രഡിക്ഷൻസ് ഉണ്ട്, അതിൽ ഊന്നണ്ട. ഇതിലധികം ഇതിനെ കടത്തു വെട്ടുന്ന, ഇതിനെ ക്രോസ് ചെയ്യുന്ന, ഇതിനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു ദൈവമഹത്വം എനിക്കായി വെളിപ്പെടുമെന്നൊരു വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. സയൻസ് പറഞ്ഞേക്കാം, ഗ്രൗണ്ട് വാട്ടർ ലെവൽ താണു പോയിട്ട് വെള്ളം കിട്ടാതെ വരുമെന്ന്. ആ വിവേകത്തിൽ ഊന്നണ്ട. ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇൻക്രീസ് ആക്കുവാൻ, ആവശ്യത്തിന് മഴ തന്ന് ദേശത്തെ പുഷ്ടിപ്പെടുത്തുവാൻ ശക്തനായവൻ എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കണം. കഴിഞ്ഞ നാളുകളിൽ പേപ്പർ റിപ്പോർട്ട് വന്നിരുന്നു. എന്താണ്? കഴിഞ്ഞ വർഷം 2023 92 വന്നൊരു ടൈപ്പ് ഒരു ക്ഷാമം, വരൾച്ച ആണിപ്പോൾ വന്നിരിക്കുന്നതെന്ന്. അതിൽ ഊന്നണ്ട. അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിശ്വസിക്കേണ്ട. അത് ലോകത്തിന്റെ റിപ്പോർട്ടാണ്. എന്നാൽ വിശ്വസിക്കണം, അതിനെ കടത്തിവെട്ടുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം എന്റെ ദേശത്തിൽ കൊണ്ടുവരുവാൻ കർത്താവ് ശക്തനാണെന്ന് വിശ്വസിക്കണം. സയന്റിസ്റ്റുമാർ പറയുന്നത്, ലോകം പറയുന്നത്, ബുദ്ധിജീവികൾ പറയുന്നത് അത് നാച്ചുറലി ഉള്ള കാര്യം. അത് നമ്മുടെ ഹൃദയത്തിൽ, അതിൽ തന്നെ നമ്മൾ ആശ്രയിക്കുന്ന ലെവലിൽ നമ്മുടെ ഹൃദയം പ്രവർത്തിക്കരുത്. അതിനെ കടത്തിവെട്ടുന്ന, അതിനേക്കാൾ മഹത്വമുള്ള ഒരു ദൈവത്തിൻ്റെ മഹത്വം നമ്മിലുണ്ട്. ആ മഹത്വമുള്ളൊരു ദൈവം എനിക്കായിട്ടുണ്ട്. ആ ദൈവം എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, എൻ്റെ തലമുറയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, എൻ്റെ ദേശത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ, എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ തരുമെന്നൊരു വിശ്വാസം ഹൃദയത്തിൽ നിറയണം. ഹല്ലേലൂയ. വിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരും, അവിശ്വാസം ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരും, അവിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയും. മാത്രമല്ല, ഉള്ള നന്മകളെയും അത് നശിപ്പിച്ചു കളയും. വായിൽ നിന്നും പോസിറ്റീവ്സ് വരട്ടെ. നിങ്ങളുടെ മക്കളെ കുറിച്ച് അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് നിന്റെ വായി പറയണം. അവൻ ഇന്ന് ചിലപ്പോൾ അനുസരണം ഇല്ലാത്തവനായിരിക്കാം, താൻ തോന്നിയായി ജീവിക്കുന്നവനായിരിക്കാം, ദൈവനിഷേധിയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം. നിന്റെ തലമുറകളെ കുറിച്ച് വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം എൻ്റെ കർത്താവ് എൻ്റെ മകനെയും എൻ്റെ തലമുറയെയും രൂപാന്തരപ്പെടുത്തും, പ്രകാശിപ്പിക്കും. അവനുള്ള അന്ധകാരത്തെ മാറ്റും, അവന്റെ അവിശ്വാസത്തെ മാറ്റും, അവനിൽ ഒരു വലിയ രൂപാന്തരത്തെ തരുമെന്ന് വിശ്വസിപ്പേൻ. സാഹചര്യത്തെ കണ്ട് ആ സ്വന്തം വിവേകത്തിൽ ഊന്നണ്ട. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവ് നിനക്കായിട്ടുണ്ട്. നീ ആരാധിക്കുന്ന ദൈവം അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. നീ ആരാധിക്കുന്ന ദൈവം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. നീ ആരാധിക്കുന്ന ദൈവം യുക്തിക്ക് അപ്പുറമായ, ആമേൻ, സാഹചര്യങ്ങൾക്ക് അപ്പുറമായ, സയൻസിന് അപ്പുറമായ, നാച്ചുറാലിറ്റിക്ക് അപ്പുറമായ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ശക്തനാണ്. സ്വന്തം വിവേകത്തിൽ ഊന്നണ്ട. അതൊക്കെ റിയാലിറ്റീസ് തന്നെയായിരിക്കാം, പ്രസന്റ് കോണ്ടെക്സ്റ്റ് അനുസരിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ബട്ട് അതിനെ ഓവർടേക്ക് ചെയ്യുവാനുള്ളൊരു ബലം, അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു ഗ്ലോറി, അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു തേജസ് ദൈവം തന്റെ മക്കൾക്ക്, ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാർക്ക് കർത്താവ് തന്നിട്ടുണ്ട്. ദൈവരാജ്യത്തിലെ ദൈവപുത്രന്മാർ മഹത്വത്തെ കൊണ്ടുവരും, മഹത്വത്തെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തെ, നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ വിശ്വാസത്താൽ മാറ്റാം. എന്ത് വിശ്വാസത്താൽ? ദൈവത്തിലുള്ള വിശ്വാസത്താൽ. എൻ്റെ കർത്താവ് എനിക്കായി പ്രവർത്തിക്കുമെന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രവൃത്തി സ്തുതിക്കുന്ന ഒരു ദൈവവേദനായി, വചനത്തെ അനുസരിക്കുന്ന ഒരു ദൈവവേദനായി, രക്ഷിക്കപ്പെട്ട ദൈവവേദനായി, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവവേദനായി അത് പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയ. സ്വന്തം വിവേകത്തിൽ മനസ്സിലായ ചില കാര്യങ്ങൾ, ലോകത്തിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങൾ, ബുദ്ധിയിൽ ഗ്രഹിച്ച ചില കാര്യങ്ങൾ, മനസ്സിൽ ഈ ലോകത്തിൻ്റെ വാക്കുകളിൽ നിന്നും കിട്ടിയ, കേട്ട കാര്യങ്ങളിൽ നിന്നും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ വിവേകത്തിലല്ല നാം ആശ്രയിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പ്രതികൂലമായാലും ആ പ്രതികൂലങ്ങളെല്ലാം മാറ്റി അനുകൂലമായുള്ളത് ചെയ്യുവാൻ ഉള്ള ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ.
ഒരു അനുകൂലമായുള്ളത് കർത്താവ് ചെയ്യുമെന്നൊരു വിശ്വാസം ഹൃദയത്തിലുണ്ടാകട്ടെ. അത് വായി സംസാരിക്കട്ടെ. അത് ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരും. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം. രണ്ടാമത് പറഞ്ഞു, ദൈവത്തിലുള്ള വിശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം. ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായി പ്രസ്താവിക്കുന്നു. മൂന്നാമത്തെ കാര്യം, നന്ദിയുള്ളവരായിരിക്കണം. അടുത്ത് കേട്ടത് പറഞ്ഞേ, നന്ദിയുള്ളവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 18-ാം വാക്യം. 1 Thessalonians chapter 5 verse 18. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം വായിക്കാം. Thank you Jesus. எல்லாவற்றிலேயும் ஸ்தோத்திரம் செய்யுங்கள், அப்படி செய்வதே கிறிஸ்து இயேசுவுக்குள் உங்களை குறித்து தேவனுடைய சித்தமாயிருக்கிறது. ചില ആളുകൾ അടിക്കടി ചോദിക്കും, എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ വചനം പറയുന്നു, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ഇതിനപ്പുറം പല ഇഷ്ടങ്ങളും ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനുണ്ടാകാം. എന്നാൽ ആദ്യം ഈ ഇഷ്ടത്തിലേക്ക് കയറി വരുമ്പോൾ അടുത്ത കാര്യങ്ങൾ പിന്നാലെ കർത്താവ് തുറന്നു തരും. ഹല്ലേലൂയ. നന്ദി പറയുന്ന ഒരു നാവ്, നന്ദിയുള്ളൊരു ഹൃദയം ആരാധിക്കുന്ന ദൈവമക്കൾക്കുണ്ടെങ്കിൽ അത് മഹത്വമാണ്. അത് തേജസ്സിനെ വർദ്ധിപ്പിക്കും. തേജസ്സിന്റെ മേൽ തേജസ്സിലേക്ക് ഒരു ദൈവപൈതലിനെ കൊണ്ടുപോകുവാൻ നന്ദിയുള്ള ഹൃദയം വേണം. മോശ നടത്തിയ ഇസ്രായേൽ ജനത്തിന് നന്ദിയുള്ള ഹൃദയമില്ലായിരുന്നു. ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. ബാധകളൊന്നും അവരെ തൊടാതെ വണ്ണം കാത്തു. ചെങ്കടൽ കടത്തി അവരെ നടത്തി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം കൊടുത്ത് അവരെ നടത്തി. മോശ എന്നൊരു അഭിഷിക്തനെ അവരെ നടത്തുവാൻ ദൈവം കൊടുത്തു. പാറയിൽ നിന്നും വെള്ളത്തെ കൊടുത്തു. മരുഭൂമിയിൽ മന്ന കൊടുത്തു, കാടപക്ഷി കൊടുത്തു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് കൊടുത്തു. പക്ഷേ നന്ദിയുള്ള ഹൃദയം അവർക്കുണ്ടായില്ല. ഈ നന്മകളെല്ലാം പ്രാപിച്ചിട്ടും ഇടയ്ക്ക് ഒരു കുറവ് വരുമ്പോൾ, ഇല്ലായ്മ വരുമ്പോൾ മുറുമുറുക്കുന്നൊരു ക്യാരക്ടർ, മുറുമുറുക്കുന്നൊരു സ്വഭാവം അവരിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. വെള്ളമില്ല, ഉടനെ ദൈവത്തിന് വിരോധമായി സംസാരിക്കുന്നു. വെള്ളമില്ല, ഉടനെ മോശയ്ക്ക് വിരോധമായി സംസാരിക്കുന്നു. വെള്ളമില്ല, ഉടനെ അവർ മിസ്രൈമിനെ മോഹിക്കുന്നു. അയ്യോ, ആ മിസ്രൈമിൽ കിടന്നെങ്കിൽ മതിയായിരുന്നു, ആ ഫറവോന്റെ അടിമത്തത്തിൽ കിടന്നെങ്കിൽ മതിയായിരുന്നു, ഈ കഷ്ടപ്പാടുണ്ടാകില്ലായിരുന്നു, ഈ ദുരിതമുണ്ടാകില്ലായിരുന്നു എന്ന് അവർ നെഗറ്റീവായി ചിന്തിക്കുന്നു, നെഗറ്റീവായി സംസാരിക്കുന്നു. കാരണം ഉള്ളിൽ നിറയുന്നത് നന്ദിയില്ലായ്മയാണ്, ഉള്ളിൽ നിറയുന്നത് അവിശ്വാസമാണ്, ഉള്ളിൽ നിറയുന്നത് ലോകസ്നേഹമാണ്. അതുകൊണ്ട് അവരുടെ വായിൽ നിന്നും നെഗറ്റീവ് അവർ സംസാരിച്ചു. ദൈവത്തിന് ആ തലമുറയോട് നീരസം തോന്നി. ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇങ്ങനെ സംസാരിച്ചത്, അവർ ഇങ്ങനെ പ്രവർത്തിച്ചത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇല്ലായ്മ ഉണ്ടെന്നുള്ളത് ശരിയാണ്, ദാരിദ്ര്യമുണ്ടെന്നുള്ളത് ശരിയാണ്, കടബാധ്യത ഉണ്ടെന്നുള്ളത് ശരിയാണ്, ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഉണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ മധ്യത്തിൽ നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ആരാധിക്കുവാൻ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വപ്പെടുത്തുവാനുള്ള നല്ലൊരു ഹൃദയം ഒരു ദൈവ പൈതലിന് വേണം. ഹല്ലേലൂയ. മുറുമുറുക്കുന്ന ഹൃദയം ദൈവപ്രവൃത്തിയെ കൊണ്ടുവരില്ല. പിറുപിറുക്കുന്ന ഹൃദയം ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തും. കുറ്റം പറയുന്ന ഹൃദയം, നീരസപ്പെടുന്ന ഹൃദയം, ഹല്ലേലൂയ, ശാഠ്യത്തോടെ സംസാരിക്കുന്ന ഹൃദയം, നെഗറ്റീവായി സംസാരിക്കുന്ന ഹൃദയം ദൈവത്തിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തും. എന്നാൽ ഏതൊരു സിറ്റുവേഷനിലും സ്തുതിക്കുന്ന ഹൃദയം, നന്ദി പറയുന്ന ഹൃദയം ദൈവത്തിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കും. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ഇഷ്ടം. ഇയ്യോബ് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും മുറുമുറുത്തില്ല, എല്ലാം തകർന്നപ്പോഴും പിറുപിറുത്തില്ല. ദൈവത്തിന് വിരോധമായി സംസാരിച്ചില്ല, വിമർശിച്ചില്ല, ചോദ്യം ചെയ്യില്ല, നിരാശപ്പെട്ടില്ല, തളർന്നില്ല, ഡിപ്രഷനിലായില്ല. അപ്പോഴും ഇയ്യോബ് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും റെഡിയാണ്. ഇയ്യോബിന്റെ മനസ്സ് തളർന്നു പോകാതെ ഇയ്യോബ് നിർത്തി. ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും പിന്മാറിപ്പോയില്ല, സ്തുതിക്കുന്നതിൽ നിന്നും പിന്മാറിപ്പോയില്ല, സ്നേഹിക്കുന്നതിൽ നിന്നും പിന്മാറിപ്പോയില്ല, വിശ്വസിക്കുന്നതിൽ നിന്നും പിന്മാറിപ്പോയില്ല, നന്ദി കാണിക്കുന്നതിൽ നിന്നും പിന്മാറിപ്പോയില്ല. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ഇയ്യോബ് അപ്പോഴും തയ്യാറായിരുന്നു. ഞെരുക്കത്തിന്റെ മധ്യത്തിൽ, നിന്ദയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ, തകർച്ചയുടെ മധ്യത്തിൽ, കഷ്ടത്തിന്റെയും നഷ്ടത്തിന്റെയും മധ്യത്തിൽ
നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവവേദന നീ റെഡിയാണോ? കർത്താവ് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. അനേകരുടെ മുന്നിൽ തലകുനിഞ്ഞ് നിൽക്കുമ്പോഴും അപമാനിക്കപ്പെട്ട് നിൽക്കുമ്പോഴും കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുവാൻ നീ റെഡിയാണോ? കർത്താവ് നിന്നെ മാനിക്കും. ഹല്ലേലൂയ. അനേക വിഷയങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിക്കുവാൻ നീ റെഡിയാണോ? കർത്താവ് നിന്നെ മാനിക്കും. മുറുമുറുക്കുന്ന ഹൃദയം ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരില്ല. പിറുപിറുക്കുന്ന ഹൃദയം ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരില്ല. സ്തോത്രം ചെയ്യുന്ന ഹൃദയം, സ്തുതിക്കുന്ന ഹൃദയം ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ടുവരും. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കൂ. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കൂ. മറ്റൊരു പാട്ടുണ്ട്, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. എന്താണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ? വാക്കുകൾ പോരാ. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, ആദ്യം ഉള്ള വാക്കുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അത് കിട്ടിയ ജീവിതത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുക. ഇങ്ങനെ പാടിയിട്ട് ഒട്ടും സ്തുതിക്കാതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഉള്ള ടൈമിൽ, ഉള്ള ജീവിതത്തിൽ, ഉള്ള വാക്കുകൾ കൊണ്ട് ഉള്ളതുപോലെ കഴിയുന്നതുപോലെ ആദ്യം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. അത് സ്നേഹത്തിൽ നിന്ന് പാടുന്ന ഒരു വരിയാണ്. അത് കറക്റ്റാണ്. ആ ഒരു സ്നേഹം നമ്മിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ ആദ്യം പാടിയ വരിയിൽ എന്താണ്? തൊട്ടു മുമ്പ് പാടിയ പാട്ട്, സ്തുതിക്കുവാനായിരം നാവ് പോരായേ. അവിടെ അടുത്ത് പറയാണ്, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. പാടി സ്തുതിപ്പേൻ. ചില വരികൾ നിങ്ങളെ തൊട്ടേക്കാം. ആ വരി പാടി പാടി സ്തുതിപ്പേൻ. ആരാധനയോടെ യാത്ര ചെയ്യുവേൻ, സ്തുതിയോടെ യാത്ര ചെയ്യുവേൻ. ആരാധനയോടെ സ്തുതിയോടെ നിങ്ങളുടെ ജോലികളെ ചെയ്യുവേൻ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെല്ലാം ദാവീദിനെ പോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് സ്തുതിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു ദൈവവേദനായി നമുക്ക് എഴുന്നേറ്റ് വരാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം തന്നെ. നേരുണ്ടോ? സ്തുതിക്കാൻ പറ്റും. നേരില്ലേ? സ്തുതി വരില്ല. നേര് വരട്ടെ, സത്യം വരട്ടെ, നീതി വരട്ടെ, സ്തുതിക്കാൻ കഴിയും. വായി തുറക്കട്ടെ, ഹൃദയം ദൈവത്തെ സ്തുതിക്കട്ടെ, നന്ദി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു, ദിനവും നന്ദിയാ. സ്തുതിക്കുന്നൊരു ഹൃദയം, നന്ദി പറയുന്നൊരു ഹൃദയം ഒരു ദൈവപുത്രന് വേണം. മുറുമുറുക്കുന്ന ഹൃദയം വേണ്ട, പിറുപിറുക്കുന്ന ഹൃദയം വേണ്ട. ഇല്ലായ്മകളിലും ദാരിദ്ര്യങ്ങളിലും ഞെരുക്കങ്ങളിലും പിന്മാറിപ്പോകുന്ന ഹൃദയം വേണ്ട. ഞെരുക്കങ്ങൾ, കഷ്ടങ്ങൾ, ദാരിദ്ര്യങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി ചിലത് ഒരു ദൈവവേദനയെ സംബന്ധിച്ചോളം സ്തുതിക്കുവാൻ കാരണങ്ങൾ പലതുണ്ടായേക്കും. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കട്ടെ. പിശാചിനിടം കൊടുക്കരുത്. പിറുപിറുക്കുന്ന ഹൃദയം, മുറുമുറുക്കുന്ന ഹൃദയം, ചോദ്യം ചെയ്യുന്ന ഹൃദയം, കുറ്റം പറയുന്ന ഹൃദയം, അത് പാമ്പിനെ തോട്ടത്തിൽ കയറ്റിവിടും. അത് വേലിയെ പൊളിക്കും. അത് പിശാചിനിടം കൊടുക്കുന്നതാണ്. നന്ദിയുള്ള ഹൃദയം അത് വേലിയെ കെട്ടും, ആ പാമ്പിനെ കയറ്റിവിടില്ല. അമേൻ. നിന്നെ മുറുമുറുക്കുവാൻ തക്കവണ്ണം, പിറുപിറുക്കുവാൻ തക്കവണ്ണം നിന്നിൽ വിതയ്ക്കുന്ന വിത്തുകൾ, പാമ്പിന്റെ വിത്തുകൾ മുളയ്ക്കരുത്.
വചനത്തിന്റെ വിത്തുകൾ മുളയ്ക്കട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. വചനത്തിന്റെ വിത്തുകൾ നമ്മിൽ മുളയ്ക്കട്ടെ. ഭക്തിയുടെ വിത്തുകൾ നമ്മിൽ മുളയ്ക്കട്ടെ. ദൈവശക്തിയുടെ വിത്തുകൾ നമ്മിൽ മുളയ്ക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീയുടെ വിത്തുകൾ നമ്മിൽ മുളയ്ക്കട്ടെ. അഭിഷേകത്തിന്റെ വിത്തുകൾ നമ്മിൽ മുളയ്ക്കട്ടെ. വചനത്തിന്റെ വിത്തുകൾ നമ്മിൽ മുളയ്ക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദിയുള്ള ഹൃദയം, നന്ദിയുള്ള ഹൃദയം. ആമേൻ. മറ്റൊരു കാര്യം, താഴ്മ. യാക്കോബിന്റെ ലേഖനം ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 10. ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 10. നമ്മൾ ഇനി നോക്കുന്നത് താഴ്മയെ കുറിച്ചാണ്. ഹൃദയത്തിൽ ദൈവസ്നേഹം വേണം, വിശ്വാസം വേണം, നന്ദി വേണം, പിന്നെന്ത് വേണം? താഴ്മ വേണം. താഴ്മ വേണം. கர்த்தருக்கு முன்பாக தாழ்மைப்படுங்கள், அப்பொழுது அவர் உங்களை உயர்த்துவார். എന്തൊക്കെ ആത്മീക അനുഭവങ്ങൾ നമുക്കുണ്ടായാലും ഹൃദയത്തിൽ എന്തുണ്ടാകരുത്? നിഗളം ഉണ്ടാകരുത്. ഞാനാണ് പ്രസംഗിക്കുന്നത്, ഇവിടെ ശ്രദ്ധിച്ചോളൂ. കാതറിൻ പ്രസംഗിക്കുന്നില്ല, അവൾ വെറുതെ ടൈം പാസ്സാ. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ. എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഉയർച്ചയ്ക്കുള്ള രഹസ്യം, സ്വഭാവത്തിൽ താഴ്മ വന്നാൽ ദൈവത്തിൻ്റെ ഉയർച്ചയുണ്ടാകും. ഹല്ലേലൂയ. എപ്പോഴും ഉയർന്നു നിൽക്കുന്ന ലെവലിൽ ഒരു മാനസികാവസ്ഥ ഉണ്ടാകരുത്. വിട്ടുകൊടുക്കണം, താണു കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, അവൻ നിങ്ങളെ. ഹൃദയത്തിൽ താഴ്മ എന്ന ഭാവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഉയർത്തുവാനുള്ള പ്രവർത്തനത്തിന് അത് തടസ്സമുണ്ടാകില്ല. താഴ്മയില്ലെങ്കിൽ ദൈവം ഉയർത്തുകയില്ല. ഹല്ലേലൂയ. താഴ്മയുള്ളവനെ ഉയർത്തും. അടുത്തൊരു കേട്ട് പറഞ്ഞേ, താഴ്മയുള്ളവനെ ഉയർത്തും, അഹങ്കാരിയെ താഴെയിടും. അതുകൂടെ വേണമല്ലോ. താഴ്മയുള്ളവൻ എന്ത് ചെയ്യും? ഉയർത്തും, അഹങ്കാരിയെ താഴെയിടും. അപ്പൊ എന്ത് വേണ്ട? അഹങ്കാരം വേണ്ട, ഉന്നത ഭാവം വേണ്ട, ഞാൻ എന്ന ഭാവം വേണ്ട. ഞാൻ ഒന്നുമില്ല. എൻ പരലോക രാജാവുക്ക് മുൻപാക നാനൊന്നുമില്ലേ. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. നാനൊന്നുമില്ലേ, നാനൊന്നുമില്ലേ. നമ്മൾ കർത്താവിനെ അറിഞ്ഞത്, കർത്താവ് പല നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടാണ്. രോഗങ്ങളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങളെ ചെയ്തു, വിടുതൽ തന്നു, അനേക നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ് നമുക്ക് കർത്താവ് ഈ കൂട്ടായ്മ തന്ന്, വചനത്തെ തന്ന്, നമ്മെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് പ്രയോജനമുള്ള പാത്രങ്ങളാക്കി കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വചനം നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ സ്വഭാവം മാറും. വചനത്തിൻ്റെ വെളിച്ചമുള്ളിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ രീതികൾ മാറും, സംസാര രീതികൾ മാറും, ലൈഫ് സ്റ്റൈൽ മാറും. വചനത്തിൻ്റെ വെളിച്ചം ഉള്ളിൽ പ്രകാശിച്ചാൽ ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. ചിലർ ആരാധിച്ചിട്ടും സ്തുതിച്ചിട്ടും കൃപകളിൽ കൃപാവരങ്ങളിൽ ജ്വലിച്ചിട്ടും താഴ്മയില്ലാതെ ഞാനെന്ന ഭാവത്തോടെ നിൽക്കുകയാണെങ്കിൽ അവരിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പല ഏരിയാസിലും ദൈവത്തിൻ്റെ പ്രവൃത്തി തടസ്സപ്പെട്ട് കിടക്കും. ചിലർ പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ പ്രാർത്ഥനയല്ല അവിടെ ആവശ്യം, മാനസാന്തരമാണ് അവിടെ ആവശ്യം. പ്രാർത്ഥനയല്ല അവിടെ ആവശ്യം, സ്വഭാവത്തിൽ ഒരു രൂപാന്തരമാണ് ആവശ്യം. സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ചില വിടുതലുണ്ടാകും. താഴ്മയില്ലാത്തവനെ ദൈവം ഉയർത്തില്ല. താഴ്മയില്ലാത്തവൻ ദൈവമേ എന്നെ ഉയർത്തണമേ ഉയർത്തണമെന്ന് എത്ര പ്രാർത്ഥിച്ചാലും, താഴ്മയില്ലാത്തവൻ ഉയർത്തണമേ ഉയർത്തണമേ എന്ന് എത്ര ഉപവസിച്ചാലും അവൻ്റെ പ്രാർത്ഥന കേൾക്കില്ല, അവൻ്റെ ഉപവാസം വേസ്റ്റാണ്. താഴ്മ എന്ന ഭാവം ഉള്ളിൽ വരുമ്പോൾ അവൻ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവത്തിൻ്റെ ഉയർച്ച അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ 4 കാര്യം: ദൈവത്തോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം, ദൈവത്തിലുള്ള വിശ്വാസം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം, നന്ദിയുള്ള ഹൃദയം വേണം, താഴ്മയുള്ള ഹൃദയം വേണം. ഇതെല്ലാം ഏദൻ തോട്ടത്തിൽ പാമ്പിന് ഇടം കൊടുത്തതുപോലെ ഇടം കൊടുക്കുവാതിരിക്കുവാൻ, നമ്മുടെ ഹൃദയമാകുന്ന ഏദൻ തോട്ടത്തിൽ പാമ്പിന് ഇടം കൊടുക്കാതിരിക്കുവാനുള്ള പ്രിക്കോഷൻസ് ആണ്. ഇവിടെയാണ് നമ്മൾ കാവൽ ചെയ്യേണ്ടത്. നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. സകല ജാഗ്രതയോടുകൂടെ നീ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. ഹൃദയത്തെ നീ കാത്താൽ
പാമ്പ് പ്രവേശിക്കില്ല, സാത്താൻ പ്രവേശിക്കില്ല, പിശാചിന് ഇടം ലഭിക്കുകയില്ല. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേലുണ്ടാകും. ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, ഫിലിപ്പിയർ 2:3, ഫിലിപ്പിയർ 2:3, Philippians chapter 2 verse 3. ஒன்றையும் வாதினாலாவது வீண் பெருமையினாலாவது செய்யாமல் மனத்தாழ்மையினாலே ஒருவரை ஒருவர் தங்களிலும் മേന്മയാനവർകളാக എണ്ണക്കടവീர்கள். ശരി, താഴ്മ വരുമ്പോഴുള്ള രീതിയെ കുറിച്ച് ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണ്. മറ്റുള്ളവരെ നമ്മേക്കാൾ വാല്യൂ ഉള്ളവരായി ചിന്തിക്കണം. എല്ലാവരും നിസ്സാരന്മാരാണ് എന്നൊരു ഭാവം ഉള്ളിലുണ്ടോ? താഴ്മയില്ലാത്തത് കൊണ്ടിട്ടാണ്. താഴ്മ ഉള്ളിലില്ലാത്തത് കൊണ്ട് വായിൽ നിന്നും എല്ലാവരെയും തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. എന്തുകൊണ്ട് എല്ലാവരെയും തരം താഴ്ത്തി സംസാരിക്കുന്നു? എന്തുകൊണ്ട് എല്ലാവരെയും കുറ്റം പറയുന്നു? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള വാല്യൂ ഇല്ല. മറ്റുള്ളവരെ അവർക്കും വാല്യൂ ഉണ്ടെന്ന്, നമ്മളെക്കാൾ അവർക്ക് വാല്യൂ ഉണ്ടെന്നുള്ള ഈ വചനത്തെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുന്നു. അടുത്ത് പറഞ്ഞ്, മറ്റുള്ളവരെ നമ്മേക്കാൾ വാല്യൂ ഉള്ളതായി ചിന്തിക്കണം. ഓക്കെ, റെഡിയാണോ? റെഡിയാണല്ലോ. ആരും ചീപ്പല്ല, ആരും സില്ലി അല്ല, ആരും മോശക്കാരല്ല. ദൈവത്തിന്റെ സ്നേഹം അവരും അറിഞ്ഞാൽ, ചിലപ്പോൾ അവർ ദുഷ്ടന്മാരായി ഇന്ന് ലോകത്തിൽ നമ്മുടെ കണ്ണിൽ കണ്ടാലും, ദൈവം കാണുന്ന ചില നീതി പ്രവൃത്തികളോ, ദൈവം അംഗീകരിക്കുന്ന ചില കാര്യങ്ങളോ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകും. നമുക്ക് കിട്ടിയ അവസരങ്ങൾ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ നമ്മെക്കാൾ ദൈവത്തിന് പ്രയോജനപ്പെട്ടേക്കാം. മറ്റുള്ളവരെ നമ്മെക്കാൾ ശ്രേഷ്ഠന്മാരായി എണ്ണുവാൻ, മറ്റുള്ളവരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. വെറുപ്പ് വേണ്ട. ഉള്ളിൽ വെറുപ്പുണ്ടോ? യേശുവിൻ്റെ സ്നേഹം ഉള്ളിലില്ല. മറ്റുള്ളവരെ ചീപ്പായി, നിസ്സാരന്മാരായി, മാന്യത കുറഞ്ഞവരായി, വാല്യൂ കുറഞ്ഞവരായി തരം താഴ്ത്തി വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ സംസാരിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കില്ല. ആരാധനകളിൽ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മസാന്നിധ്യം അനുഭവിച്ചേക്കാം, പക്ഷെ അത് പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, ഉള്ളിൽ ആത്മാവ് വസിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അശുദ്ധികൾ മാറിപ്പോകണം. ആരും ചീപ്പല്ല, ആരും നിസ്സാരന്മാരല്ല. നമ്മെക്കാൾ അവർ കൊള്ളാം, നമ്മെക്കാൾ അവർ മഹത്വമുള്ളവരാണ്. അങ്ങനെ എണ്ണുവാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു. താഴ്മയില്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കില്ല. താഴ്മയില്ലാത്തവന്റെ ഹൃദയം ഇങ്ങനെ ചിന്തിക്കും, അവരെല്ലാം മോശം, വൃത്തികെട്ടവർ, വളരെ ദുഷ്ടന്മാർ, വളരെ താഴ്ന്നവർ, തരം താണവർ, വളരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവർ എന്നൊക്കെ ആയിരിക്കും ഹൃദയത്തിൽ ചിന്തിക്കുക. തരം താഴ്ത്തണ്ട, വാല്യൂ കൊടുക്കണം, വാല്യൂ കൊടുക്കണം. അടുത്തൊന്നുകൂടെ പറഞ്ഞ്, മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കണം. ശരി, വാല്യൂ കൊടുത്തില്ലെങ്കിൽ നാവിൽ നിന്ന് അത് പുറത്തു വരും. നിസ്സാരമായി താറടിച്ച് സംസാരിക്കും. അത് പിശാചിന് ഇടം കൊടുക്കുന്നതാണ്. പിശാചിന് ഇടം കൊടുക്കരുത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നു. താഴ്മ ഹൃദയത്തിൽ വന്നാൽ വാല്യൂ കൊടുക്കും. താഴ്മ ഉള്ളത്തിൽ വരാത്തിടത്തോളം ആരെയും മതിക്കില്ല, ആർക്കും മാന്യത കൊടുക്കില്ല, ആരെയും റെസ്പെക്ട് ചെയ്യില്ല, ആരോടും മാന്യമായി പെരുമാറില്ല, ആരോടും മാന്യമായി സംസാരിക്കില്ല. കാരണം ഹൃദയത്തിൽ താഴ്മ വന്നിട്ടില്ല. താഴ്മ വന്നെങ്കിലേ ദൈവത്തിന്റെ ഉയർച്ച അവന്റെ ജീവിതത്തിൽ വരികയുള്ളൂ. ദൈവം നിന്നെ ഉയർത്തണമെന്ന് നിനക്കാഗ്രഹമുണ്ടോ? നിന്റെ ഹൃദയത്തിൽ ഒരു താഴ്മ വരട്ടെ. മറ്റുള്ളവർ ദൈവത്തിന് വിലയേറപ്പെട്ടവരാണ്. ഞാനും ദൈവത്തിന് വിലയേറപ്പെട്ടവനാണ്, മറ്റുള്ളവരും ദൈവത്തിന് വിലയേറപ്പെട്ടവനാണ്. ആരെയും നിസ്സാരന്മാരെ എണ്ണുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. ആരെയും ചീപ്പായി വിചാരിക്കുവാൻ, ആരെയും തരം താണവരായി വിചാരിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് വില കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് മാന്യത കൊടുക്കുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു. താഴ്മയുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഓക്കെ, അടുത്തൊരു കാര്യം, സമാധാനം, പീസ്, സമാധാനം. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ, தேவ சமாதானம் உங்கள் இருதயங்களில் ஆளக்கடவது, இதற்கென்றே நீங்கள் ஒரே சரீரமாக அழைக்கப்பட்டீர்கள்,
நன்றி அறிதலுள்ளவர்களுமாய் இருங்கள். ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ആരുടെ സമാധാനം? ക്രിസ്തു ആരാണ്? ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ സമാധാന പ്രഭുവാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ സിറ്റുവേഷൻ എന്തായാലും, നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായാലും, ഒരു സമാധാനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ആരൊക്കെ എന്തൊക്കെ ഭീഷണി പറഞ്ഞാലും ടെൻഷൻ അടിക്കണ്ട, ഒരു സമാധാനം ഉള്ളിൽ ഉണ്ടായിരിക്കട്ടെ. ടെൻഷൻ അടിപ്പിക്കുന്നത് പിശാചിന്റെ തന്ത്രമാണ്. നിങ്ങളെ ഡിപ്രഷനിലാക്കുവാൻ, നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കുവാൻ, നിങ്ങളെ കോപിപ്പിക്കുവാൻ, നിങ്ങളെ വെപ്രാളപ്പെടുത്തുവാനുള്ള ആക്ടിവിറ്റീസ് അത് പിശാചിന്റെ തന്ത്രമാണ്. വീണുപോകരുത്. സമാധാനത്തിൽ വസിപ്പിൻ. യേശു എൻ്റെ കൂടെയുണ്ട്. സമാധാന പ്രഭു എൻ്റെ കൂടെയുണ്ട്. വചനം പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. കുട്ടികൾ ചിലർ വീട്ടിൽ നിൽക്കുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ പറയും, ഇന്നൊരു സ്വസ്ഥതയുമില്ല വീട്ടിൽ. ആ കുട്ടികൾ വീട്ടിൽ എന്തുണ്ടാക്കുന്നില്ല? സമാധാനം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ എവിടെ ആയിരുന്നാലും, നിങ്ങൾ ഉള്ള സ്ഥലത്ത് ഒരു സമാധാനം, ഒരു ശാന്തത, ഒരു സ്വസ്ഥത ഉണ്ടാക്കുവാൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. ശല്യമുണ്ടാക്കുവാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ടില്ല. അസ്വസ്ഥത ഉണ്ടാക്കുവാൻ ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ടില്ല. സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സമാധാനമില്ലാത്തടത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ സമാധാനത്തെ കൊണ്ടുവരുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രശ്നം ഉണ്ടാക്കി വിടുന്ന സ്വഭാവം ചിലർക്കുണ്ട്. പ്രശ്നം ഉണ്ടാക്കി വിട്ടിട്ട് ഒന്നും വറുടാത്തതുപോലെ നിൽക്കും. എല്ലാം അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ട് പ്രശ്നത്തെ പിരി കയറ്റി വിട്ടിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് കൂളായിട്ട് നിൽക്കും. ആ പ്രശ്നം ഭയങ്കര കോംപ്ലിക്കേഷനിലോട്ട് പോകും. ഇദ്ദേഹം കൂളായി നിൽക്കും. ഇതൊരു പിശാചാണ്, ഇതൊരു പാമ്പാണ്, ഏദൻ തോട്ടത്തിലെ പാമ്പ്. ഹല്ലേലൂയ. ഈ പാമ്പ് ചില വ്യക്തികളിലൂടെ വരും. ഈ പാമ്പ് ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പാമ്പിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാമ്പിന് ഇടം കൊടുക്കരുത്. സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന, സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന, അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ശാന്തതയെ നഷ്ടപ്പെടുത്തുന്ന ആ പാമ്പിനെ തിരിച്ചറിയണം. നിങ്ങളുടെ വീട്ടിൽ ആ പാമ്പുണ്ടാകാം, നിങ്ങളുടെ സഭയിൽ ആ പാമ്പുണ്ടാകാം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ ആ പാമ്പുണ്ടാകാം, നിങ്ങളുടെ സോഷ്യൽ സർക്കിളിൽ ആ പാമ്പുണ്ടാകാം. ആ പാമ്പിനെ തിരിച്ചറിഞ്ഞ് ആ പാമ്പിനെ കട്ട് ചെയ്ത് വിട്. ഹല്ലേലൂയ. പിശാചിനിടം കൊടുക്കരുത്. സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന, അവിശ്വാസത്തെ വിതയ്ക്കുന്ന, അങ്കലാപ്പുണ്ടാക്കുന്ന, വ്യാകുലത ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ആ പാമ്പിനെ തിരിച്ചറിയണം. അത് നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരായാലും ശരി, ആ പാമ്പിനെ തിരിച്ചറിയണം. ആ പാമ്പിനെ നിങ്ങൾ ജയിക്കണം. ജയിക്കുന്നവന് ഞാൻ ജീവന്റെ മന്ന തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവൻ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നും. ജയിക്കുന്നവൻ ജീവജലത്തിന്റെ നദിയിൽ നിന്നും അവൻ കുടിക്കും. ജയിക്കണം. ജയിച്ചാൽ അത് നിത്യജീവികളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. നിങ്ങൾ മഹത്വത്തിൽ വർദ്ധിച്ചു വരും, ദൈവ സാന്നിധ്യത്തിൽ വർദ്ധിച്ചു വരും. പാമ്പിനെ ജയിക്കണം, ചെന്നായ്ക്കളെ ജയിക്കണം, നായ്ക്കളെ ജയിക്കണം, പന്നികളെ ജയിക്കണം. ഇങ്ങനെയുള്ള പല ടൈപ്പ് ആളുകൾ ഉണ്ടാകാം. അവരിലൂടെ പിശാച് നിങ്ങളെ തള്ളിയിടുവാൻ നോക്കിയേക്കാം. നിങ്ങളുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുവാൻ, സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുവാൻ, സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പല ടൈപ്പ് കാട്ടുജന്തുക്കൾ ഉണ്ടാകാം. പാമ്പ് സകല കാട്ടുജന്തുക്കളെക്കാളും കൗശലമേറിയതായിരുന്നു. പാമ്പ് മാത്രമല്ല, പലതരത്തിലുള്ള പൈശാചികമായ അടിമ നുഖങ്ങൾ പല വ്യക്തികളിലും വ്യാപരിക്കുന്നുണ്ടാകാം. ഇത് നിങ്ങളുടെ ദൈവസ്നേഹത്തെ കുറയ്ക്കരുത്. ഇത് നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കരുത്. ഇത് നിങ്ങളുടെ നന്ദിയുള്ള ഹൃദയത്തെ നശിപ്പിക്കരുത്. ഇത് നിങ്ങളുടെ താഴ്മയുള്ള ഹൃദയത്തെ നശിപ്പിക്കരുത്. ഇത് നിങ്ങളിലുള്ള ദൈവിക സമാധാനത്തെ നഷ്ടപ്പെടുത്തരുത്. ഇത് പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തെ നശിപ്പിക്കരുത്. നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊള്ളണം. ഹൃദയത്തെ നീ കാത്തുകൊണ്ടാൽ പാമ്പ് അകത്ത് കയറില്ല. പിശാചിനിടം കൊടുക്കരുത്. ഏദൻ തോട്ടത്തിൽ, നിങ്ങളുടെ ഹൃദയമെന്ന ഏദൻ തോട്ടത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. അവന്റെ വാക്കുകൾ നിന്റെ ഹൃദയത്തിൽ ഇറങ്ങി അത് പ്രോസസ്സിംഗ് ആകരുത്. അവന്റെ കാര്യങ്ങൾ നിന്റെ കണ്ണിൽ കൂടെ കണ്ട് അത് പ്രോസസ്സിംഗ് ആകരുത്. നിന്റെ ഹൃദയത്തിൽ പ്രോസസ്സിംഗ് ആകേണ്ടത് ദൈവവചനത്തിന്റെ വെളിച്ചം,
ദൈവവചനത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ ഹൃദയത്തിൽ പ്രോസസ്സിംഗ് ആകട്ടെ. ഹല്ലേലൂയ. പാമ്പിനെ തിരിച്ചറിയുവേൻ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയും തിരിച്ചറിയുവേൻ. പാമ്പ് വെളിച്ചദൂതന്റെ വേഷം എടുത്തു വരും. പാസ്റ്ററിന്റെ വേഷം എടുത്ത് പാമ്പ് വന്നേക്കും, ബൈബിൾ എടുത്ത് പാമ്പ് വന്നേക്കും, പ്രവാചകന്റെ വേഷം ധരിച്ച് പാമ്പ് വന്നേക്കും, അപ്പോസ്തലന്റെ വേഷം ധരിച്ച് പാമ്പ് വന്നേക്കും. പാമ്പ് വരുന്നത് പാമ്പിന്റെ വേഷത്തിലല്ല, പാമ്പ് വരുന്നത് ദൈവദൂതന്റെ വേഷത്തിൽ തന്നെ പാമ്പ് വരും. എന്നാൽ ആ പാമ്പിനെ തിരിച്ചറിയണം, ആ പാമ്പിനെ ചെയ്യണം. വചനത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ പാമ്പിനെ വിവേചിക്കും. വചനത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾ ചെന്നായെ വിവേചിക്കും. വചനത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ജനം ആട്ടിൻതോൽ ധരിച്ച ചെന്നായെ വിവേചിക്കും. തിരിച്ചറിയണം, ജയിക്കണം, കോട്ട കാത്തുകൊള്ളണം, കാവൽ ചെയ്യണം. ഹല്ലേലൂയ. ഏറ്റവും അവസാനമായി ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഫിലിപ്പിയർ 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. கர்த்தருக்குள் எப்பொழுதும் சந்தோஷமாயிருங்கள் சந்தோஷமாயிருங்கள் என்று மறுபடியும் சொல்லுகிறேன். ആമേൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹൃദയത്തിൽ എന്ത് വേണം? സന്തോഷം. ആരിലുള്ള സന്തോഷം? കർത്താവിലുള്ള സന്തോഷം. ആ സന്തോഷം ഹൃദയത്തിൽ നിറയുവാനായി നമുക്ക് ശ്രമിക്കാം. യേശുവിലുള്ള സന്തോഷം. യേശുവെന്ന് കേൾക്കുമ്പോഴേ സന്തോഷം, യേശുവിനെ അനുഭവിക്കുമ്പോൾ സന്തോഷം, ആരാധിക്കുമ്പോൾ സന്തോഷം, വചനം ധ്യാനിക്കുമ്പോൾ സന്തോഷം, സ്തുതിക്കുമ്പോൾ സന്തോഷം, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സന്തോഷം, കൂട്ടായ്മയിലിരിക്കുമ്പോൾ സന്തോഷം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ലോകത്തിൽ സന്തോഷിക്കുവാനല്ല, പാപത്തിൽ സന്തോഷിക്കുവാനല്ല, അനീതിയിൽ സന്തോഷിക്കുവാനല്ല, ദുഷ്ടതയിൽ സന്തോഷിക്കുവാനല്ല, യേശുവിൽ സന്തോഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. വചനത്തിൽ സന്തോഷിക്കുന്ന സന്തോഷം ഉണ്ടാകട്ടെ. കേട്ട വചനങ്ങളെ പറയുന്നതിൽ സന്തോഷിക്കുക. ആ വചനത്തെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിൽ സന്തോഷിക്കുക. ആ വചനത്തെ അനുസരിക്കുന്നതിൽ സന്തോഷിക്കുക. പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിക്കുക. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നതിൽ സന്തോഷിക്കുക. സ്തുതിക്കുന്നതിൽ സന്തോഷിക്കുക. ആരാധിക്കുന്നതിൽ സന്തോഷിക്കുക. ദൈവമക്കളുമായുള്ള ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്നതിൽ സന്തോഷിക്കുക. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളെ കർത്താവ് തന്നതിന് സന്തോഷിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിൽ സന്തോഷിക്കുക. സന്തോഷിക്കുന്ന ഹൃദയം നമ്മിൽ ഉണ്ടാകട്ടെ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ലോകപരമായ കാര്യങ്ങളിലുള്ള സന്തോഷത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നേ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. എത്ര പേർക്കത് മനസ്സിലായി? ഹല്ലേലൂയ. For the kingdom of God is not eating and drinking. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. നല്ല ആഹാരം കഴിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന സന്തോഷമല്ല. ചില ആളുകൾക്ക് ഇപ്പോൾ ആരാധിക്കുമ്പോൾ ഇരിക്കുന്ന സന്തോഷത്തെക്കാളും ഭയങ്കര സന്തോഷമായിരിക്കും പുറത്തിറങ്ങി ഒരു മട്ടൺ ബിരിയാണി കഴിക്കുമ്പോൾ. കറക്റ്റ്? ശരിയല്ലേ? അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ സന്തോഷം മട്ടൺ ബിരിയാണിയിലാണ്. ചില ആളുകൾക്ക് ആരാധിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഉള്ളതിനേക്കാൾ അധികം സന്തോഷം ടൂറ് പോകുമ്പോൾ ഉണ്ടാകും. എന്തുകൊണ്ടാ? അവരുടെ സന്തോഷം ടൂറിലാണ്, കർത്താവിലല്ല. ടൂറിൽ സന്തോഷിക്കരുതെന്നല്ല, അധികം സന്തോഷം യേശുവിൽ, അധികം സന്തോഷം വചനത്തിൽ, അതിനേക്കാൾ അധികം സന്തോഷം ക്രിസ്തുവിൽ, ആത്മാവിൽ, ആത്മാവിലുള്ള ആരാധനയിൽ, ആത്മീക അനുഭവങ്ങളിൽ ഏറ്റവും കൂടിയ സന്തോഷം ഉണ്ടാകട്ടെ. ടൂറ് പോകണ്ടെന്നല്ല, മട്ടൺ ബിരിയാണി കഴിക്കേണ്ടെന്നുമല്ല. മട്ടൺ ബിരിയാണി കഴിക്കാം, ടൂറും പോകാം, ലോകത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങളിൽ നമുക്കായിരിക്കാം. പക്ഷേ അതിനേക്കാൾ അധികം സന്തോഷം കർത്താവിന്റെ പാദത്തെ തേടുന്നത്, കർത്താവിന്റെ പാദത്തിൽ കൂടി വരുന്നത്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്, കർത്താവിന്റെ വചനങ്ങൾ ധ്യാനിക്കുന്നത്, കർത്താവിന്റെ വചനങ്ങൾ ഏറ്റെടുക്കുന്നത്, കർത്താവിനെ സ്തുതിക്കുന്നത്. ഏറ്റവും അധികം സന്തോഷം ഇതിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചത് ഹൃദയത്തിൽ എന്തു നിറയണം? ദൈവത്തോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറയണം, ദൈവത്തിലുള്ള വിശ്വാസം ഹൃദയത്തിൽ നിറയണം, നന്ദിയുള്ള ഹൃദയം വേണം, താഴ്മയുള്ള ഹൃദയം വേണം, സമാധാനം അനുഭവിക്കുന്ന ഒരു ഹൃദയം വേണം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരു ഹൃദയം വേണം. ഇങ്ങനെ ഇരുന്നാൽ കോട്ട കാക്കപ്പെടും. ഹല്ലേലൂയ. കോട്ട പൊളിക്കുവാൻ വിടരുത്.
ലോകത്തിൽ നിങ്ങൾ ഉല്ലസിച്ചാൽ, ദൈവത്തെക്കാൾ അധികം ലോകത്തിൽ സന്തോഷിച്ചാൽ കോട്ട പൊളിയും. ആരാധിക്കുന്നതിനേക്കാൾ അധികം സന്തോഷം സിനിമ കാണുമ്പോഴാണ്, കോട്ട പൊളിയും. ആരാധിക്കുന്നതിനേക്കാൾ അധികം സന്തോഷം, വചനം ധ്യാനിക്കുന്നതിനേക്കാൾ അധികം സന്തോഷം ചില ഫ്രണ്ട്ഷിപ്പുമായി ചേർന്നിരിക്കുമ്പോഴാണ്, കോട്ട പൊളിയും. കോട്ട പൊളിയരുത്. തോട്ടത്തെ കാവൽ ചെയ്യുവാൻ, അതിൽ വേല ചെയ്യുവാൻ ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. തോട്ടത്തെ നീ കാക്കണം. ഏകാഗ്രതയോടെ നീ ആ തോട്ടത്തെ കാക്കണം. സകല ജാഗ്രതയോടും കൂടെ നീ ആ തോട്ടത്തെ കാക്കണം. സ്നേഹം കുറയരുത്, ദൈവത്തോടുള്ള സ്നേഹം, വിശ്വാസം കുറയരുത്, താഴ്മ കുറയരുത്. നന്ദിയുള്ള ഹൃദയം ഉണ്ടായിരിക്കട്ടെ, സമാധാനം നിറഞ്ഞിരിക്കട്ടെ, കർത്താവിൽ സന്തോഷിക്കുന്ന സന്തോഷം തന്നെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഇത് നിങ്ങൾ ഉറപ്പിക്കുവാൻ സാത്താൻ നിങ്ങളിൽ ജയിക്കയില്ല. ഹല്ലേലൂയ.